കേരളത്തിന്റെ റെസിഡന്റ് കേണൽ മൺട്രോ ആയിരുന്നു. കേണൽ മൺട്രോ എന്ന് തിരുമുമ്പിൽ തായക്കാട്ടുമനയ്ക്കൽ തിരുമുമ്പ് കുടുംബങ്ങളാണ്, അവർ ബ്രാഹ്മിൻസാണ്. പക്ഷെ അവിടെ ഈ നായേഴ്സിന്റെ പോലൊരു വ്യവസ്ഥ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവിടുത്തെ സ്ത്രീക്ക് അന്തർജനത്തിനാണ് സ്വത്തവകാശം കൊടുത്ത് ആദ്യത്തെ പട്ടയം ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് പട്ടയം. അത് പിന്നീട് അദ്ദേഹം 2 കൊല്ലം കഴിഞ്ഞ് തിരുത്തി ഉറപ്പിക്കുന്നുണ്ട്, പഴയൊരു പട്ടയത്തിന് നമ്പർ പറഞ്ഞു. അങ്ങനെയാണ് തായക്കാട്ട് കുടുംബം. അത് തന്നെ ആ മൺട്രോ, കേണൽ മൺട്രോ ദേവസ്വമൊക്കെ ക്രോഡീകരിച്ച മൺട്രോ. ആ മൺട്രോ അന്ന് അങ്ങനൊരു ഇതുണ്ടാക്കിയിട്ട് ആ ശാഖയാണ് പിന്നീട്, കാരണം എന്ന് വെച്ചാൽ അവര് ഏതാണ്ട് ബ്രാഹ്മിനിറ്റിയിൽ അതുവരെ ഇല്ലാത്തൊരു പുതിയ ഇതില് മരുമക്കത്തായ സമ്പ്രദായത്തിലാണ്. ഇപ്പോഴും അങ്ങനെയാണ്. പയ്യന്നൂർ പ്രദേശത്തെ, അതായത് കരിവള്ളൂർ പയ്യന്നൂർ പ്രദേശത്തെ വലിയ സ്വത്തുള്ള ഒരു മനയാണ് തായക്കാട്ട് മന. കാസർഗോഡ് ജില്ലയിലെ ഒരു തോന്നുന്നു, കണ്ണൂർ ജില്ലയല്ല. മനയിൽ കഴിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അവരുടേത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പഴയ ഇത് പറയുകയാണെങ്കിൽ ഈ ബ്രാഹ്മിൻസിനെ കൊണ്ടുവന്ന് പൂജകൾ അമ്പലത്തിന്റെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് കേരള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, കേരള ചരിത്രം മാത്രമല്ല ഇന്ത്യ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. കേരളത്തിലും സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്ന വ്യക്തികൾക്കുള്ള സ്വത്തൊക്കെ വന്നത് പിന്നീട് വന്നാണ്. ബ്രിട്ടന്റെയൊക്കെ ഭരണത്തിന് ശേഷം അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള. ഇന്ത്യയിൽ ഒരിക്കലും സ്വകാര്യ സ്വത്തില്ല. സ്വത്ത് മുഴുവൻ ദേവതയുടേതാണ്, വ്യക്തിക്ക് ദേവതയുടേതാണ്. വ്യക്തിക്ക് സ്വത്തിന് അവകാശമില്ല. അതുകൊണ്ട് ഭണ്ഡാരം വക എന്നാണ് പറയുക. ഭണ്ഡാരം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളെയാണ്. ക്ഷേത്രങ്ങൾക്ക് മാത്രമേ സ്വത്തുണ്ടായിരുന്നുള്ളൂ. ആ ക്ഷേത്രങ്ങളിലെ ഡെയിറ്റി മൈനറാണ്. ലോകത്തിൽ ആദ്യത്തെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി മനുഷ്യനെയും മൃഗങ്ങളെയും തുല്യമായി പരിഗണിച്ച് മനുഷ്യനോ മൃഗങ്ങൾക്കോ സ്വത്തിന് അവകാശമില്ലാതെ സകല ജീവന്റെയും പ്രതിപുരുഷനായ ഒരു ഡെയിറ്റിയെ വെച്ച് ആ ഡെയിറ്റിക്ക് സ്വത്തവകാശം പറഞ്ഞ് സങ്കല്പിക്കുന്ന ഒരു സ്ഥലം. ഡെയിറ്റി എന്ന് പറഞ്ഞാൽ ദേവത എന്ന് പറഞ്ഞാൽ സകല വ്യക്തികളെയും കൂടെ ഒന്നായി കാണുകയാണെങ്കിൽ, എല്ലാ ജീവനെയും കൂടെ ഒരാളായിട്ട് കാണുകയാണെങ്കിൽ അതൊരു ഡെയിറ്റിയാണ്. ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും പ്രതിപുരുഷനായിട്ടൊരു ഡെയിറ്റി, അതിനായിട്ടൊരു വലിയ ടെമ്പിൾ, അതില് 4 അമ്പലങ്ങളും ചുറ്റും മതിലുകളും കോട്ടകളും ഒക്കെ ആയിട്ട് അതിനകത്ത് ആ ഡെയിറ്റിയുടേതാണ് സ്വത്ത്. അപ്പൊ ടാക്സ് എല്ലാം പണിയെടുക്കാം, പറമ്പ് നമ്മുടെയല്ല. അപ്പൊ നമ്മൾ പണിതുണ്ടാക്കുന്നതിലെ ഏറ്റവും നല്ല സാധനങ്ങൾ ആ ഡെയിറ്റിക്ക് കാഴ്ച വെക്കും, അത് ടാക്സ് ആയി. അപ്പൊ ടാക്സ് പിരിക്കാൻ പട്ടാളം പോകണ്ട, പട്ടാളത്തിന് ചെലവില്ല, പോലീസിന് ചെലവില്ല, നിയമ നടപടികളില്ല. കാരണം ഏറ്റവും നല്ലത് കൊണ്ടുപോയി ദേവതയ്ക്ക് കൊടുക്കും. ദേവതയുടെ അനുഗ്രഹത്തിലാണ് നമ്മുടെ ജീവിതം. അപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ ദേവതയുടെ മുമ്പിൽ ചെന്ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കണം, അവിടെ വെച്ച് ശിക്ഷ തീരുമാനിക്കും. ഇങ്ങനെയുള്ളൊരു സമ്പ്രദായമാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ബ്രിട്ടന്റെ ആഗമനത്തോടെയാണ് ആ സമ്പ്രദായത്തിന് മാറ്റം രാജാക്കന്മാർ വരുത്തുന്നത്. എല്ലാം ദേവതയുടെയാണ്. ദേവതയെല്ലാം മൈനറാണ്. ഇപ്പോഴും ഇന്ത്യൻ സിവിൽ നിയമം അനുസരിച്ച്, അത് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം, ഇപ്പോഴും ഇന്ത്യൻ സിവിൽ നിയമം അനുസരിച്ച് ദേവതകൾ മൈനറാണ്. ഒരു ഭരണാധികാരിക്ക് ഇന്ത്യയെ സോഷ്യലിസത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കോടതിയിൽ ആ ഭരണാധികാരി ദേവസ്വത്തിന്റെ പേരിൽ ഒരു കേസ് കൊടുത്താൽ മതി. മുഴുവൻ സ്വത്തും ദേവതയുടെയാണ്. ഇപ്പൊ താമസിക്കുന്നവരെയൊക്കെ ഇറക്കി വിടാൻ പറ്റും. പിന്നെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നിങ്ങൾക്കാർക്കും ഇന്ത്യയിൽ സ്വകാര്യ സ്വത്ത് വെക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ സിവിൽ നിയമപ്രകാരം ദേവത മൈനറാണ്, ദേവതയുടേതല്ലാതെ സ്വത്തുമില്ല. ഇവിടുത്തെ പള്ളിയും മോസ്കും എല്ലാം ഇരിക്കുന്നത് ഏതെങ്കിലും ടെമ്പിളിന്റെ പ്രോപ്പർട്ടിയിലാണ്. ആ ടെമ്പിളിൽ ഇരിക്കുന്ന ഡെയിറ്റി മൈനറാണ്. ഒരു ശക്തനായ ഭരണാധികാരി അധികാരത്തിൽ വരികയും അയാൾ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്താൽ കോടതി വിധി കൈ കൊടുക്കും. വിധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഇറക്കി വിടാൻ പറ്റില്ല, കാരണം ജനം ഇളകും എന്നുള്ളതുകൊണ്ട്. മറിച്ച് ആ ശക്തനാണ് ഭരണാധികാരിയെങ്കിൽ നേരെ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയേ പറ്റൂ. എല്ലാം ഇതിലേക്ക് ഇല്ല. കാരണം ഇത് ഹിന്ദു ടെമ്പിൾ അല്ല, ടെമ്പിൾ ഹിന്ദുക്കളുടെ അല്ല. അതൊക്കെ തെറ്റായ ധാരണകളാണ്. ടെമ്പിൾ എന്ന് പറയുന്നത്, ഒരു ദേവത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെയാണ്. അത് രാഷ്ട്രദേവത.
ഒരു ദേശത്തിന്റെ ദേവത ദേശദേവത, ഒരു ഗ്രാമത്തിന്റെ ദേവത ഗ്രാമദേവത. അത് പൂർണ്ണമായും ആ ദേശത്തിന്റെയാണ്. അവിടുത്തെ ചെടികൾക്കും മൃഗങ്ങൾക്കും വരെ അത് ദേവതയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ ഒരു ജാതിയുടെയോ അല്ല. ഉള്ളത് അതെ. അവരുടെ ദേവത എല്ലാത്തിന്റെയും കൂടെ ദേവതയാണ്. മലദേവത. അതെ, അതും ഇപ്പം നിന്ന് വരികയാണ്. ഇത് കാരണം വെച്ചാൽ പാശ്ചാത്യ സംസ്കാരവും പാശ്ചാത്യ പഠിപ്പുള്ള ആളുകളും ഇന്ത്യയിലേക്ക് വന്നതോടുകൂടിയാണ് ഈ സംസ്കൃതി ആകെപ്പാടെ ഉൾട്ടയായിട്ട് മാറിയത്. മറ്റത് അവർ നിലനിർത്തിപ്പോകുന്ന ഒരു സംസ്കൃതി ഇതാണ്. ആ സംസ്കൃതിക്കകത്ത് ഇതെല്ലാം ദേവതയുടേതാണ്, എന്റേതായി ഒന്നുമില്ല. ഇവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ദേവതയ്ക്ക് മുമ്പിലില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് ദേവതയ്ക്ക് സമർപ്പിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ ആ നിയമം ഇന്നും നിലനിൽപ്പുണ്ട് കോടതിയിൽ. കാരണം ഇത് നിയമം മാറ്റിയിട്ടില്ല. സിവിൽ നിയമപ്രകാരം ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ സമസ്ത ദേവതകളും മൈനറാണ്. പണ്ടാരമുഖപ്പാട്ടമാണ്. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയില്ല. അതിലൊരു സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ് ഉണ്ട് തിരുവനന്തപുരത്ത്, പണ്ടാരമുഖപ്പാട്ടം സ്പെഷ്യൽ തഹസീൽദാർ ഓഫീസ്. അവിടെ പോയി റെക്കോർഡൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് അത്. അപ്പൊ ആ ദേവതയെ ആസ്പദമാക്കിയാണ് ബ്രാഹ്മണിച്ച് പിന്നെ കളിക്കാൻ തുടങ്ങിയത്. ബ്രഹ്മസ്വം ദേവസ്വം എന്ന് രണ്ടായിട്ട് തിരിയുന്ന അവിടെയാണ്. ഒരുപാട് സബ്ഡിവിഷൻസ്. ഋഗ്വേദികൾ, യജുർവേദികൾ, സാമവേദികൾ, അഥർവവേദികൾ. അത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സബ്ഡിവിഷൻസ്. ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരദ്വാജം, കാശ്യപം, എല്ലാത്തിനും ഗോത്ര സംസ്കാരം ഇല്ലാത്ത ഒരു ബ്രാഹ്മണിറ്റി എല്ലാതും. പിന്നെ ഗോത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണന് മാത്രമല്ല, എല്ലാ മനുഷ്യനും ഗോത്രമുണ്ട്. പക്ഷെ അവൻ ഗോത്രം അറിയാൻ മേലാത്തവനെ എല്ലാം കൂടി ഒന്നിച്ച് കശ്യപ ഗോത്രം. ഇപ്പൊ ക്രിസ്ത്യൻസ് വരുമ്പോ അവരുടെ ഗോത്ര സംസ്കാരം അറിയില്ലെങ്കിൽ അവൻ റീത്ത് സഭയപ്പെടും. അത്രേ ഉള്ളൂ. അവനെ എല്ലാത്തിനെയും കൂടെ പെടുത്തുന്ന ഒരൊറ്റ റീത്ത് സഭ, അതിനൊരു ബിഷപ്പും. കാരണം ഗോത്രമില്ലാതെ എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്? ആൻസസ്ട്രി ഇല്ലാതെ കർമ്മങ്ങൾ ഏക്കില്ല. പിതൃപിതാമഹ സംപ്രാപ്തമാണ് കർമ്മങ്ങൾ. ശ്രാദ്ധാദി കർമ്മങ്ങൾക്ക് ഗോത്ര സംസ്കാരമില്ലെങ്കിൽ എങ്ങനെയാണ് ഏക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഗോത്രമില്ലാത്തവനെ ഒക്കെ കൂടെ പെടുത്തുന്നത് കശ്യപ ഗോത്രം. അതിന് ഗോത്രം, സൂത്രം, വേദം എല്ലാം പറയും. അതിന് ഗോത്രങ്ങൾ എന്ന് പറയും. സബ് ഡിവിഷൻസിനെയാണ് ബ്രാഹ്മണിറ്റിയുടെ ഗോത്രങ്ങൾ എന്ന് പറയും. ഗോത്രം എന്ന് പറയുന്നത് ട്രൈബ് എന്ന് പറഞ്ഞാൽ പോരാ. ഗോത്ര സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി അതിന്റെ ഫാമിലീസ് എന്ന് പറയാം. ഓരോ ഗോത്ര സംസ്കാരം എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഇഷ്യൂസ്. ഭരദ്വാജനെ ബേസ് ചെയ്ത് ഭരദ്വാജന്റെ ഗോത്രം, അങ്കിരസിനെ ബേസ് ചെയ്ത് അങ്കിരസിന്റെ ഗോത്രം, പിന്നെ കൗശികനെ ബേസ് ചെയ്ത് കൗശിക ഗോത്രം, പിന്നെ അഗസ്ത്യനെ ബേസ് ചെയ്ത് അഗസ്ത്യ. അങ്ങനെ ഗോത്ര സംസ്കാരങ്ങൾ ഋഷിയെ ബേസ് ചെയ്ത് രണ്ടായിട്ട് തിരിയും. അല്ലല്ല, ഓൾ ഇന്ത്യ ബേസിൽ. ബ്രാഹ്മണിറ്റി ഓൾ ഇന്ത്യ ബേസിൽ ഇങ്ങനെയാണ്. കേരളത്തിലും അങ്ങനെയാണ്. ഓൾ ഇന്ത്യ ബേസിൽ അങ്ങനെയാണ്. പിന്നെ മാത്രമല്ല ഇതിനെ രണ്ടായിട്ട് തിരിക്കും. അതായത് ശൈവ ആഗമങ്ങളെ വിശ്വസിക്കുന്നവർ ബൗദ്ധായനന്മാർ, ശൈവ സമ്പ്രദായത്തിലുള്ളവർ ബൗദ്ധായനന്മാർ. ശിവന്റെ ബൗദ്ധായന സമ്പ്രദായം. എല്ലാം അല്ല, അശ്വലായന്മാരുണ്ട്, കുറച്ചുണ്ട്. വൈഷ്ണവീസ് ഉണ്ട്, വളരെ കുറച്ച്. അവരെ അശ്വലായനന്മാരാണ്. വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവർ അശ്വലായനന്മാർ. അശ്വലായന സമ്പ്രദായം. പിന്നെ ഇവിടെ ഇന്ന് കാണുന്നവര് യഥാർത്ഥത്തിൽ പൂജ പഠിച്ചവരല്ല. ഇവിടുത്തെ കേരള ബ്രാഹ്മിൻസിന്റെ സമ്പ്രദായ പ്രകാരം പൂജ, വൈദ്യം ഇവയൊക്കെ നിഷിദ്ധ കർമ്മങ്ങളാണ്, പ്രതിഷിദ്ധ കർമ്മങ്ങളാണ്. അങ്ങനെയാണ് അതിന് പദം ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് പൂജ ചെയ്യുന്ന കേരള ബ്രാഹ്മീൻ എന്ന് പറഞ്ഞാൽ പതിതനാണ് ബ്രാഹ്മണ സംസ്കാരം പ്രകാരം, ഉത്തമനല്ല. കാരണം അവർക്ക് യജ്ഞങ്ങളും യാഗങ്ങളുമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാധനാ സമ്പ്രദായങ്ങൾ ഇന്ന് കാണുന്ന പോലെ ഉണ്ടായിരുന്നില്ല.
ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ പൂജയ്ക്ക് പോയാൽ അവൻ പതിതനാണ്. നായർ, ഈഴവ, ക്രിസ്ത്യൻ മുതലായ വിഭാഗങ്ങൾ പൂജ ചെയ്യുന്ന ഒരു നമ്പൂതിരിയെ ഇപ്പൊ ക്രിസ്ത്യൻസ് അവരുടെ പുരോഹിതനെ പോലെ മാന്യനായി കാണും. പിന്നീട് അതാണ് വളർന്നു വന്നത്. ഇവിടുത്തെ ക്രിസ്ത്യൻസിന്റെ ഡെവലപ്മെന്റില് സെമറ്റിക് മതത്തിന്റെ സമ്പ്രദായത്തിൽ അമ്പലത്തിലെ പുരോഹിതന് പ്രാധാന്യം വരാൻ തുടങ്ങി. അമ്പലത്തിൽ പൗരോഹിത്യത്തിന് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പതിത ബ്രാഹ്മണനാണ്, ബ്രാഹ്മണ്യത്തിൽ പതിത്വമുള്ളവനാണ്. അവൻ ബഹുമാന്യനല്ല, അവനെ ബ്രാഹ്മണർ ബഹുമാനിക്കില്ല, അവന്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു കൊടുക്കില്ല. അങ്ങനെയൊക്കെ നിർബന്ധങ്ങളുണ്ടായിരുന്നു. വളരെ നീചമായ പണിയായിട്ടാണ്, കൂലിപ്പണിയല്ലേ. ഈശ്വര പൂജ കൂലിപ്പണിയായി ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ സനാതനധർമ്മത്തെയാണ് പിന്നീട് ഹിന്ദുയിസം എന്ന് പറയാൻ തുടങ്ങിയത്. പക്ഷെ ഇന്ന് ഹിന്ദുയിസം എന്ന് പറയുന്നത് സെമറ്റിക് സമ്പ്രദായത്തിന്റെ ഒരു പതിപ്പാണ്, ഒരു ഇന്ത്യൻ പതിപ്പ്. സെമറ്റിക് മതത്തിന്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ് ഇന്ന് ഹിന്ദുയിസം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അത് രൂപാന്തരപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്. അതിന്റെ ആ സമ്പ്രദായങ്ങളെല്ലാം രൂപാന്തരപ്പെട്ടു വരുന്നത് സെമറ്റിക് രീതിയിലാണ്. സെമറ്റിക് സമ്പ്രദായങ്ങളിലാണ് വഴിപാടുകളും കാര്യങ്ങളും ഉള്ളത്. ടെമ്പിളുകളിലെ വഴിപാട് കൗണ്ടറുകൾക്ക് വളരെ കുറഞ്ഞ കാലത്തിലെ പഴക്കമേ ഉള്ളൂ. ടെമ്പിളിലൊന്നും വഴിപാടുണ്ടായിരുന്നില്ല. അതൊക്കെ വളരെ കുറഞ്ഞ കാലത്ത് ഈശ്വരനോട് വഴിപാട് നൽകുക, ഈശ്വരന് കപ്പം കൊടുക്കുക, ഇതെല്ലാം സെമറ്റിക് സമ്പ്രദായത്തിന്റെ സംഭാവനയാണ് ലോകമെമ്പാടും. അപ്പം രാമകൃഷ്ണ അയ്യരും ചന്ദ്രനും കാഞ്ചനയും ഒക്കെ പേരിലിരിക്കുന്നുവെങ്കിലും അതിനകത്തൊരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സെമറ്റിക് മറിയാമ്മയും ഒരു മത്തായിയും ഒരു ഉതുപ്പും ഇട്ടുപ്പും ഒക്കെ മാത്രമായിരിക്കുന്നത്. പക്ഷെ പേരുകൊണ്ടൊക്കെ നിങ്ങൾ മാമൂസ മുങ്ങിയിട്ടില്ലെന്നും പേരുകൊണ്ടൊക്കെ ഹിന്ദു ആണെന്നും ഒക്കെ അഭിമാനിച്ച് നടക്കുന്നു എന്നല്ലാതെ ആക്ച്വലി നിങ്ങളുടെ സമ്പ്രദായങ്ങളെല്ലാം ക്രിസ്ത്യനാണ്, സെമറ്റിക്കാണ്, ഇസ്ലാമിക് പോലുമല്ല. അത് വളരെ നൂറ്റാണ്ടുകളായി മതം മാറിക്കഴിഞ്ഞു. ഇനി അത് തിരിച്ചു പോകുന്നതും ഉണ്ടാവില്ല. വേദിക് കൺസെപ്റ്റ് ഓഫ് ഹിന്ദുയിസത്തില് രണ്ട് സമ്പ്രദായങ്ങളാണ്. ഒന്ന് അശ്വലായനം, ഒന്ന് ബൗദ്ധായനം എന്ന് രണ്ടായി തിരിയുമ്പോൾ ഒന്ന് ശൈവ ആഗമങ്ങളോട് ബന്ധപ്പെട്ടതും ഒന്ന് വൈഷ്ണവ സമ്പ്രദായത്തോട് ബന്ധപ്പെട്ടതുമാണ്. അങ്ങനെ രണ്ട് സമ്പ്രദായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ യജ്ഞങ്ങളും യാഗങ്ങളുമായിട്ടാണ് ജീവിച്ചിരുന്നത്. ക്ഷേത്രങ്ങളും ആരാധനയും താന്ത്രികമാണ്. താന്ത്രിക മതം രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളത് ഭൈരവയാമളാദി ഗ്രന്ഥങ്ങളിലൂടെയാണ്. അത് പിന്നീട് ഇവർ പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഒരർത്ഥത്തിൽ. അത് പ്രപഞ്ചസാരം, ഭൈരവം, തന്നെ കാത്യായനം, കൗളം, കൗമാരം, ഗാണപത്തി, ഇങ്ങനെ തന്ത്ര ആഗമ ഗ്രന്ഥങ്ങളുണ്ട്. ഇത് കാശ്മീരം മുതൽ കന്യാകുമാരി വരെ വളരെ വിപുലമായ ഒന്നായിരുന്നു ശൈവ തന്ത്രാഗമ ഗ്രന്ഥങ്ങൾ. അവ വളരെ ഉന്നതമായ പഠനമുള്ളവയാണ്. അവ ഒരു അർത്ഥം വരെ മഹായാന ബുദ്ധമതത്തോട് സാദൃശ്യമുണ്ടായിരുന്നതാണ്. ആ മഹായാന ബുദ്ധമതത്തിനും തന്ത്രാഗമങ്ങളോട് വളരെ അടുപ്പമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വളരെ ശാസ്ത്രീയമായ ഒരു പഠന സമ്പ്രദായത്തിലേക്ക് പിന്നീട് ബ്രാഹ്മിനിച്ച് വഴുതി വീഴുകയാണ് ചെയ്തത്. ഒരു ബേസിക്കായിട്ട് തന്ത്രങ്ങളിൽ ഇതുണ്ടായിരുന്നവരല്ല. ആഗമ ഗ്രന്ഥങ്ങളിലേക്ക് അവർ പിന്നീട് വഴുതി വീഴുകയാണ് ചെയ്തത്. ശങ്കരാചാര്യരൊക്കെ അതിനെ തിരുത്താൻ പിന്നീട് ശ്രമിക്കുകയാണ് ചെയ്തത്. ഇത് ബുദ്ധന് മുമ്പ് തന്നെ ഈ സമ്പ്രദായം ആഗമ ഗ്രന്ഥങ്ങളും അതിന്റെ വളർച്ചയും പറ്റിയിരുന്നു. അതുകൊണ്ടാണ് ശങ്കരനെയും മറ്റും പ്രച്ഛന്ന ബുദ്ധനായിട്ടാണ് ബ്രാഹ്മിനിച്ച് കണക്കാക്കുന്നത്. ബുദ്ധന്റെ സമ്പ്രദായത്തെ മായാവാദം കൊണ്ട് താത്വീകരിച്ചയാളെന്നുള്ള നിലയിലാണ് ശങ്കരനെ കണക്കാക്കുന്നത്. ശങ്കരൻ എന്നൊരാൾ ജീവിച്ചിരുന്നില്ലെന്നും ശങ്കരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധമതത്തിന്റെ അന്തകനായിരുന്നുവെന്നും ഇന്ന് ശങ്കരന്റെ പേരിൽ കാണുന്ന അദ്വൈത മതം ശങ്കരന്റെതല്ലെന്നും പറയുന്ന ആളായിരുന്നു ദയാനന്ദ സരസ്വതി, ആര്യസമാജ സ്ഥാപകൻ. അത് വേറൊരു സമ്പ്രദായമാണ്. അപ്പൊ സമ്പ്രദായ അന്തരങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ്. ഇല്ല, വേദങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഇന്ന് നാം കാണുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. ഇന്ന് കാണുന്ന തരത്തിലുള്ള പ്രസക്തിയില്ല. ചാതുർണ്യ വിവേചനം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാല് ഒരാളിന്റെ മസ്തിഷ്കം സ്വതന്ത്രമല്ല ഒരിക്കലും. അതെ, ഒരാളുടെ മസ്തിഷ്കം, ഒരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ മസ്തിഷ്കം സ്വതന്ത്രമല്ല.
എന്റെ മസ്തിഷ്കം രൂപാന്തരപ്പെടുന്നത് എന്റെ അച്ഛനമ്മമാരുടെ ചേർച്ചയിൽ നിന്നാണ്. എന്റെ അച്ഛൻ, എന്റെ അച്ഛന്റെ അച്ഛൻ, എന്റെ അച്ഛന്റെ അപ്പൂപ്പൻ തുടങ്ങിയ ഒരു പരമ്പര കൊണ്ടുവന്ന വികാരങ്ങള് എന്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ മുതലായവർ കൊണ്ടുവന്ന വികാരങ്ങളോട് സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ എവിടെ ജനിക്കണം, എങ്ങനെ വളരണം, എന്ത് ആഹാരം കഴിക്കണം, എന്ത് പ്രവൃത്തി ചെയ്യണമെന്ന് എന്റെ ആദ്യത്തെ സൈഗോട്ടിൽ തന്നെ നിഹിതമായ ഒരു ബുദ്ധിയാണ്. അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഏത് പുസ്തകങ്ങൾ പഠിച്ചാലും, എവിടെയെല്ലാം യാത്ര ചെയ്താലും, ഏത് ദേശങ്ങളിൽ പോയാലും എന്റെ മസ്തിഷ്കത്തെ ഇതിൽ നിന്ന് ഈ ജന്മത്തിൽ തിരുത്താനാവില്ല. അടുത്ത ജന്മത്തിലേക്കുള്ള ആഗ്രഹങ്ങൾ ഇതിനോട് കലർത്തി പുലർത്താമെന്നല്ലാതെ. എന്റെ കോശാന്തരങ്ങളിലെല്ലാമുള്ള അവബോധം പാരമ്പര്യത്തിൻ്റെതാണ്. പാരമ്പര്യത്തിന്റെ പിടിയിൽ നിന്ന് ലോകമെല്ലാം സഞ്ചരിച്ചാലും ഒരാളും സ്വതന്ത്രമാകുന്നില്ല. പാരമ്പര്യത്തിന്റെ ഭാഷ, ലിംഗ്വിസ്റ്റിക് അറിയണമെങ്കിൽ മാതൃഭാഷയിൽ മാത്രമേ അറിയൂ. അന്യമായ ഒരു ഭാഷ പഠിക്കുമ്പോൾ മസ്തിഷ്കം തകരാറിലാവുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലെല്ലാം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മാതൃഭാഷ പഠിപ്പിക്കണം. അതാണ് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചത്, എങ്ങനെയാണ് കേരളത്തിലെ ബ്രാഹ്മിനെ പറ്റി കുട്ടി പഠിക്കുന്നത്? അവിടെ സ്വിറ്റ്സർലൻഡിലെ സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ആദ്യം തന്നെ പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയെ ഒരിക്കലും വിട്ടുകളയരുത്. കളഞ്ഞാൽ ആ ബ്രെയിൻ പോയി, പിന്നെ ബുദ്ധിയില്ല. എല്ലാ കുട്ടികളോടും ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെയുള്ളവരും നമ്മളിപ്പോ ചിന്തിക്കും, അയ്യോ എന്റെ കൊച്ചു മലയാളം സംസാരിച്ചാൽ, അല്ലെ എന്റെ കൊച്ചു ഹിന്ദി നമ്മുടെ മാതൃഭാഷ സംസാരിച്ചാൽ അവിടെയുള്ള ഭാഷ ഞാൻ പിക്കപ്പ് ചെയ്യില്ല, അപ്പൊ അത് തകരാറിലാവും, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ വീടുകളിൽ നിങ്ങൾ മലയാളം പറയണം, പറഞ്ഞ് നിങ്ങളുടെ മാതൃഭാഷ നിങ്ങൾ വീടുകളിൽ പറയണം. മാതൃഭാഷ പറഞ്ഞില്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ഉണ്ടാവില്ല. മറ്റു ഭാഷകള് എങ്ങനെയാണേലും കുട്ടികൾ പഠിക്കും. അതല്ല, നിങ്ങള് കാരണം ഒരു സയന്റിസ്റ്റ് ഉണ്ടാവില്ല. ആ കുട്ടിയിലെ സയന്റിസ്റ്റും ആ കുട്ടിയിലെ ഭാവി ജീവിതവും തകർന്നു പോകും. കാരണം കുട്ടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാതാവിന്റെയും പിതാവിന്റെയും സംസ്കൃതിയാണ്. അതിന്റെ അസ്വാതന്ത്ര്യമുള്ള ബ്രെയിനിൽ ആംഗലേയ ഭാഷയും മറ്റുള്ളതും പഠിപ്പിച്ചു കയറ്റിയാൽ നാളെ അത് അൽസീമേഴ്സ് ഉണ്ടാവും, നാളെ അത് മറ്റു രോഗങ്ങളുണ്ടാവും. ഇന്ന് ഈ പുത്തൻ തലമുറയ്ക്ക് ഉണ്ടായിരിക്കുന്ന രോഗങ്ങൾ മുഴുവനും അവൻ അന്യമായൊരു ഭാഷയിൽ ആശയം ചെയ്യാൻ നടത്തുമ്പോൾ അവന്റെ കോശങ്ങൾ ഉണ്ടാക്കുന്ന സംഘർഷമാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരല്ലേ ജനറേഷൻ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം വികാരങ്ങള് മെറ്റേണലും രണ്ടും ആയിട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിലൊക്കെ ഒരു ആളുകൾ എങ്ങനെ ഫോറിനിലേക്കൊക്കെ പോകാനുള്ള ഒരു ചിന്താഗതി പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രം അത് വരാൻ പാടില്ലല്ലോ. അങ്ങനെ വരുമല്ലോ. പണത്തോടുള്ള ആഗ്രഹം എല്ലായിടത്തും കിടക്കും. അത് മറ്റേണലായി കിടക്കും, പറ്റേണലായും കിടക്കും. പണത്തോടുള്ള ആഗ്രഹത്തിന് വേണ്ടി പോകുമ്പോൾ ആ ആഗ്രഹം കൊണ്ട് പോയതാണ്. അവരെങ്ങനെ തിരിച്ചു വരുമെന്നാണ് സ്വാമി പറയുന്നത്. തീർച്ചയായും ആ മൈൻഡ് തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാം രോഗിയായി മാറും. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് ഇന്ത്യക്കാരെ കൊണ്ടുള്ള ശല്യം സഹിക്കുക വയ്യാഞ്ഞിട്ടാണല്ലോ നിങ്ങൾ പറയുന്ന സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ളിടത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ മാതൃഭാഷയെ പഠിപ്പിക്കാൻ വരുന്നത്. ഇംഗ്ലണ്ടില് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അധ്യാപകരെ അത്രയും നിയമിച്ചിട്ടുണ്ട്. ഞാനിത് പറഞ്ഞപ്പോ അതിന് സമ്മതിച്ചില്ല. ഞാനിത് വളരെ പണ്ട് പോലെ പറയുന്നു. ഞാനൊരു 86 മുതൽ കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ടാണ് കുട്ടിയോട് ഞാൻ ഔത്സുഖ്യം കൊണ്ടൊരു ചോദ്യം ചോദിച്ചത്. കാരണം അതായത് എന്തുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു. കാരണം അവൻ മറ്റേണൽ ആൻഡ് പറ്റേണൽ ആൻസസ്ട്രി എന്ന് പറയുന്നതിലാണ് ബോധം നിൽക്കുന്നത്. അത് അസ്വതന്ത്രമാണ്. ഒരു വ്യക്തിയും സ്വതന്ത്രമല്ല, മസ്തിഷ്കം സ്വതന്ത്രമല്ല, ഒരു ന്യൂറോണും സ്വതന്ത്രമല്ല, ഒരു മോട്ടോറിയവും സ്വതന്ത്രമല്ല, ഒരു സെൻസോറിയവും സ്വതന്ത്രമല്ല. SNM കോംപ്ലക്സ് സ്വതന്ത്രമല്ലാത്തിടത്തോളം കാലം ബയോളജി അനുസരിച്ച് SNM കോംപ്ലക്സ്, സെൻസോറിയം, മോട്ടോറിയം, ന്യൂറോണിയം, ഇത് മൂന്നും നഴ്സാണെങ്കിൽ അറിയും ഏതായാലും, അത് മൂന്നും സ്വതന്ത്രമല്ലാത്തിടത്തോളം കാലം ഇതെപ്പോഴും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പിന്തുടർച്ച നമുക്കുണ്ടെങ്കിൽ അത് ഗോത്ര സംസ്കാരത്തിൻ്റെതാണ്. പിന്നെ അടുത്ത ജന്മത്തിലേക്ക് ഈ കൊണ്ടുപോകുന്ന ലിംഗശരീരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരത്തിലേക്ക്, അതിനെയാണ് ലിംഗശരീരം അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സ് അതിൽ നിന്നാണ് രൂപാന്തരപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടിയോട് അമ്മ കാക്ക എന്ന് പറയുമ്പോൾ അതിന്റെ രൂപവും കാക്കയും ഒന്നിച്ചു പതിയുന്നത്? എന്തുകൊണ്ടാണ് ഒരു നഴ്സറി സ്കൂൾ അധ്യാപിക ക്രോ എന്ന് പറഞ്ഞാൽ അത് പതിയാതിരിക്കുന്നത്? ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ C4 ക്രോ എന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാക്ക എന്ന് പറഞ്ഞിട്ടൊരു ആഹാരം നുള്ളി വായി കൊടുക്കുമ്പോൾ കുഞ്ഞു കാക്കയെ ചൂണ്ടിക്കാണിച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കാൻ
രണ്ടു പ്രാവശ്യം ചൂണ്ടിക്കാണിച്ച് കാക്കയ്ക്ക് അമ്മ സ്വല്പം ചോറ് വാരി കൊടുത്തിട്ട് ചോറ് വാരി എറിഞ്ഞു കൊടുത്ത് കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കാക്കയും താനും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തോന്നുകയും കാക്കയെ ഉൾക്കൊള്ളുകയും കാക്കയുടെ ചിത്രം മസ്തിഷ്കത്തിൽ പതിയുകയും ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെ മുറ്റത്തിറങ്ങുമ്പോൾ കുട്ടി ഈസി ആയിട്ട് കാക്കാന്ന് പറയും. അതിന്റെ കാരണം അതിന്റെ അമ്മയുടെ വികാരങ്ങളിൽ കാക്ക കിടപ്പുണ്ട്. അത് കുഞ്ഞിന്റെ ബോധതലത്തിലുണ്ട്. പാട്ട് പാടുന്ന കുട്ടികൾ പഠിക്കാതെ പാട്ട് പാടുന്നില്ലേ? എവിടുന്ന് പാടുന്നു? ചിത്രം വരയ്ക്കുന്നില്ലേ? എവിടുന്ന് ചിത്രം വരയ്ക്കുന്നു? അതുകൊണ്ട് മസ്തിഷ്കത്തിൽ ഇത് മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്റെ യാത്രയും ഇവന്റെ വളർച്ചയും വികാസവും മുഴുവൻ രേഖപ്പെടുത്തുന്നു. ഇതറിയാത്ത വിഡ്ഢികൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ശാപം. വിദേശ രാജ്യങ്ങളിൽ കുറച്ചെങ്കിലും വിവരമുള്ളവനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അത്രയും പഠിച്ചാൽ തന്നെ, എഴുതാനും വായിക്കാനും പഠിച്ചാൽ തന്നെ നിങ്ങളുടെ ബോധതലത്തിലെല്ലാം കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഏത് ഭാഷ പഠിക്കാനും എളുപ്പമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മണിക്കൂർ UNOയിൽ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് ഇംഗ്ലീഷുകാരില്ല. മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു പോയ VK കൃഷ്ണമേനോനാണ്. ഇംഗ്ലീഷ് മീഡിയം ഒന്നുമില്ല. പക്ഷെ VK കൃഷ്ണമേനോൻ ഉപയോഗിച്ച പദങ്ങളോ ആശയങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഡച്ചുകാർ ഇന്ത്യ വിട്ടു പോകാത്തത്, അല്ല പോർച്ചുഗീസുകാർ. ഡിയും ഡാമനും ഗോവയും സ്വതന്ത്രമായിട്ടുണ്ടായിരുന്നില്ല. 1961. അപ്പോ അവരുമായിട്ടൊരു ഏറ്റുമുട്ടലിൽ ഒരുങ്ങുന്ന സമയത്ത് 1961 വീണ്ടും പോർച്ചുഗീസ് കപ്പൽപ്പട ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനമെടുത്തു. സൂയസ് കനാൽ കടന്നു വേണം വരാൻ. സൂയസ് കനാൽ അടപ്പിക്കണം നാസറെ കൊണ്ട്. അന്ന് VK കൃഷ്ണമേനോൻ നേരെ ബ്രിട്ടനിലേക്ക് പറന്നു. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിന്റെ മുമ്പിലെത്തി. ആദ്യം അവിടെ ലണ്ടനിൽ ഇറങ്ങി ഒരു ടാക്സി പിടിച്ചിട്ട് പറഞ്ഞു നേരെ നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് വിടാൻ. പലടി ചോദിച്ചു എന്താ ഭ്രാന്തമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഒരുത്തം വന്ന് രാത്രി 12 മണിക്ക് ടാക്സി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ വസതിക്ക് മുമ്പിലേക്ക് വിടാൻ പറയണമെങ്കിൽ അവൻ ഭ്രാന്തനായിരിക്കണം. പറഞ്ഞു വിടാന്ന് പറഞ്ഞു. വണ്ടി അവിടെ ചെന്നു, പഠിക്കാൻ നിന്നു. സെൻട്രിയോട് പറഞ്ഞു കൃഷ്ണ കംസ് ചെന്ന് പറയാൻ പറഞ്ഞു. അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററോട് അയാളെന്ന് പറഞ്ഞു കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കയറ്റിവിടാൻ പറഞ്ഞു. നേരെ ചെന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കിടക്കുന്ന ബെഡിൽ ഭാര്യ കിടപ്പുണ്ട്. ലേഡി പ്രൈം മിനിസ്റ്റർ ആ ബെഡിൽ കിടപ്പുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് അയാൾ സൂയസ് കനാലിനെ പറ്റി സംസാരിച്ചത്. സൂയസ് കനാൽ അടപ്പിക്കണം. ഏതാണ്ട് 3/4 മണിക്കൂർ സംസാരിച്ചു എന്നാണ് ആ പെണ്ണുപിള്ള എഴുതിയിരിക്കുന്നത്. ആ പെണ്ണുപിള്ള അവരുടെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് while he was talking I thought Suez Canal was flowing through my bedroom എന്നാ പറഞ്ഞു. ഇത് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വന്നില്ല. സോ ലാംഗ്വേജ് നിങ്ങൾക്ക് വശപ്പെടുന്നത് അതിന്റെ ആശയങ്ങളും ചമൽക്കാരങ്ങളും മനോഹരമാകുമ്പോഴാണ്. ആശയങ്ങളും ചമൽക്കാരങ്ങളും എത്രയൊക്കെ നിങ്ങൾ പഠിച്ചാലും നിങ്ങളുടെ ഒരു തർജ്ജമക്കാരൻ തർജ്ജമ ചെയ്തേ കേട്ടുള്ളൂ. അത് മൈക്രോ അളവിലായിരിക്കുമെന്ന് മാത്രം പഠിക്കുന്തോറും. പറഞ്ഞാൽ മനസ്സിലായി? മാതൃഭാഷയിലാണത് മനസ്സിലാക്കുന്നത്. സ്പീഡ് കൂടുമെന്ന് മാത്രം. ഇന്ന് ബ്രാഹ്മിൻസിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. ബ്രാഹ്മിൻസ് ഒന്നാമത്തെ കാര്യം സംസ്കാര കർമ്മങ്ങളിലില്ല. ബ്രാഹ്മിൻസിന് പഴയ രീതിയിലുള്ള സംസ്കാര കർമ്മങ്ങളില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരു തുടക്കം മുതൽ പറഞ്ഞാൽ വിവാഹം ഒരു സംസ്കാര കർമ്മമാണ്. വിവാഹം വേളി എന്ന് പറയുന്ന ഒരു സംസ്കാര കർമ്മമാണ്. അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. അതൊക്കെ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. വേളിയിൽ സപ്തപതി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിന്ന് പലപ്പോഴും ബ്രാഹ്മിനിറ്റി പുലർത്തുന്നില്ല. അല്ല, അതായത് ബ്രാഹ്മിനിറ്റിയെ സംബന്ധിച്ചിടത്തോളം വേളി എന്ന് പറയുന്നതിന് പുണ്യാഹം, ലാജഹോമം, പുണ്യാഹം, ലാജഹോമം, സപ്തപതി, പാണിഗ്രഹണം, ശതം ജീവ എന്ന ഇർക്ക്, ഇത്രയും ചടങ്ങ് വേണം മിനിമം. പുണ്യാഹം, ലാജഹോമം, സപ്തപതി, പാണിഗ്രഹണം. പിന്നെ അതിനകത്ത് തന്നെ പാണിഗ്രഹണത്തോടൊപ്പം ശതം ജീവ എന്നൊരു ഇർക്കും, പശ്യേമ ശരതശതം, ജീവേമ ശരതശതം, അങ്ങനൊരു മന്ത്രമുണ്ട്. ആ മന്ത്രവും ഉണ്ടാവും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ അതൊക്കെ ചുരുങ്ങി വന്നിരിക്കുകയാണ്. അതിനെല്ലാം ഒരുപാട് സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉണ്ട്, സോഷ്യൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, then dialectical importance. Dialectical means the eye of the soul. Dialectics means eye of the soul according to Plato in his work The Republic. വ്യാസനാണ് ഡയലക്റ്റിക്സിന്റെ ആദ്യത്തെ പിതാവ്. Dialectics means the eye of the soul, Alma Chatrus, or in other words പാരസ്പര്യം എന്ന് പറഞ്ഞാൽ
ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളും തുല്യ സ്വാതന്ത്ര്യമുള്ളവരുമല്ല, ഒറ്റ വ്യക്തിയാണ്. രണ്ട് വ്യക്തിയില്ല, ഒറ്റ വ്യക്തിയേ ഉള്ളൂ. അങ്ങനെ വരുന്നതിനാണ് പറയുക പാരസ്പര്യം എന്ന് പറയാം. അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു സംസ്കാര കർമ്മമാണ് വിവാഹം. വിവാഹം കഴിഞ്ഞാൽ ഗർഭാധാനം ഒരു സംസ്കാരമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആനിമൽ ഇൻസ്റ്റിങ്ക്ട്. ഇന്നിപ്പോ എല്ലാ സമുദായങ്ങളും കണക്കാക്കുന്ന ഇറ്റ് ഈസ് ഓൺലി എ ബയോളജിക്കൽ നെസസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ആൻ ആനിമൽ ഇൻസ്റ്റിങ്ക്ട്. പക്ഷെ അന്നതല്ല, ഒരു സംസ്കാരമാണ്. അതിനൊരുപാട് ചടങ്ങുകളുണ്ട്. പുംസവനം, അതിന് ചടങ്ങുകളുണ്ട്. അത് ഗർഭം ധരിച്ചു കഴിഞ്ഞ് അത് പുരുഷ പ്രജയാകുന്നു എന്ന് സങ്കല്പിച്ച് ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. അതിന് പുംസവനം എന്ന് പറയും. തന്നെ സീമന്തം എന്നൊരു കർമ്മമുണ്ട്. അതും ഇതുപോലുള്ളൊരു സംസ്കാര കർമ്മമാണ്. സീമന്തം, സീമന്തോന്നയനം എന്നൊക്കെ പറയും. അത് ഇന്ന് കൃത്യമായി പുലർത്താറില്ല. പുലർത്തേണ്ടതാണ്. അപൂർവം ചിലര് ഇതിന് ചടങ്ങ് വല്ലതും കാണിച്ചെങ്കിലേ അർത്ഥം അറിയാതെ. എല്ലായിടത്തും ഇല്ല, അപൂർവം. ഇങ്ങനെ ഏതാണ്ട് 16 സംസ്കാര കർമ്മങ്ങളുണ്ട്, അന്ത്യേഷ്ടി വരെ. സന്യാസം അന്ത്യേഷ്ടി വരെ, ടോട്ടൽ 16 ആണ്. അപ്പൊ സന്യാസമൊക്കെ സംസ്കാര കർമ്മത്തിൽപ്പെട്ടതാ ബ്രാഹ്മണനെ സംബന്ധിച്ച്. ബ്രാഹ്മണൻ ക്രമമുക്തിയിൽ സന്യസിച്ചു പോകണമെന്നാണ്. അങ്ങനെ അല്ലാതെ സന്യസിച്ചു എന്നുള്ളതാണ് ശങ്കരനെതിരെ ബ്രാഹ്മണറ്റി ഉണ്ടാക്കിയ ആരോപണം. ബ്രഹ്മചര്യത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് സന്യാസത്തിലേക്ക് പോയി എന്നുള്ളതാണ് ശങ്കരനെ ബ്രാഹ്മണിച്ച് തള്ളാനുള്ള ഒരു കാരണം. ക്രമമായി പോകണം. വിവാഹം കഴിഞ്ഞു വേണം. വിവാഹം കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുമ്പ് വാനപ്രസ്ഥത്തിലേക്ക്, വനസമ്പക്തവും സമ്പക്തമായ വനത്തിലേക്ക് പോയി വനനീയം കഴിഞ്ഞു വേണം സന്യാസത്തിലേക്ക്. അറിയുന്നത് ഈ ജന്മത്തിൽ മാത്രമല്ല, പക്ഷെ അങ്ങനെ ബ്രാഹ്മണിക്ക് തെറ്റിദ്ധരിച്ചു ഒരു കാലഘട്ടത്തിൽ. അറിയുന്നത് ഒരാളിന്റെ ജന്മം കണക്കാക്കുന്നത് അയാളുടെ ആദ്യത്തെ ഭൂജാതനാകുന്ന ആദ്യത്തെ ജന്മം മുതൽ അവസാനത്തെ ജന്മം വരെ ഒറ്റ വ്യക്തിയായി കണക്കാക്കിയിട്ടാണ് അറിവിനെ കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മകന്റെ ജന്മങ്ങൾ നിങ്ങളെക്കാൾ എണ്ണം കൂടുതലാണെങ്കിൽ അവന് പ്രായം നിങ്ങളെക്കാൾ കൂടും. അക്കോർഡിംഗ് ടു ദ ബയോളജിക്കൽ ക്ലോക്ക്. 84 ലക്ഷം ഭിന്ന ഭിന്ന യോനികളിൽ ജനിക്കും മിനിമം. മുട്ടയിട്ടാൽ അതിൽ കൂടുതൽ. അത് ഇല്ല, മുട്ടയിട്ടാൽ കൂടുതൽ ജനിക്കും. മിനിമം 84 ലക്ഷം യോനികളിൽ ജനിക്കും. രക്ഷയില്ല. കാരണം അങ്ങനെ ഈ സർക്കിൾ പൂർത്തിയാവുള്ളൂ. പിന്നെ അത് പൂർത്തിയാകാൻ അതിൽ കൂടുതൽ വേണ്ടവരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം കൊണ്ട് ആ കർമ്മം തീരാതെ 2-3 ജന്മം എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ 4-5 കൊല്ലം ഇരിക്കുന്നവരുണ്ട്. സ്പോർട്സ് കോട്ടായാലും ഒക്കെ ആയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരത്രയൊക്കെ ഇരിക്കും. ടോട്ടലാ പറഞ്ഞ ഭിന്ന ഭിന്ന യോനികളിൽ ഈ പറഞ്ഞതെല്ലാം 16 കർമാസ്, 16 ക്രിയാസ്, 16 സംസ്കാരങ്ങൾ എന്നാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ബ്രാഹ്മിൻ എന്ന് പറയുന്നത് രൂപാന്തരപ്പെടുന്നത് തന്നെ അതിലെ ഉപനയനം കഴിഞ്ഞിട്ടാണ്. ഉപനയനം ഇല്ലെങ്കിൽ ബ്രാഹ്മിനല്ല. ഉപനയനം കൊണ്ടാണ് വൈശ്യൻ ഉണ്ടാകുന്നത്, ഉപനയനം കൊണ്ടാണ് ബ്രാഹ്മണൻ ഉണ്ടാകുന്നത്, ഉപനയനം കൊണ്ടാണ് ക്ഷത്രിയൻ ഉണ്ടാകുന്നത്. അതില് ബ്രാഹ്മണന്റെ നൂല് മാത്രം പരുത്തിയായിരിക്കും, മറ്റത് ചണമായിരിക്കും, പരുത്തിയല്ല. നൂലിന് വ്യത്യാസമുണ്ട്. ചണനൂല് കൊണ്ടുള്ള ഉപനയനമുണ്ട്, മറ്റേ ഇതുകൊണ്ട് എന്താ പറയാ തോല് കൊണ്ടുള്ളതുണ്ട്. അതൊക്കെ ആ വ്യത്യസ്ത സംസ്കൃതി അനുസരിച്ച്. അതൊക്കെ പിന്നീട് അതൊക്കെ അത് ഇതിന്റെ കണക്ഷൻ മാത്രം. ഇതിനകത്തെ സബ് ഡിവിഷൻസ്. ഗർഭാധാനം എന്ന് പറയുന്നത് ആദ്യത്തെ സംസ്കാര ക്രിയയാണ്. കാരണം മനുഷ്യൻ മൃഗമല്ല, ചിന്തിക്കുന്ന ജീവിയാണ്. ചിന്തിക്കുന്ന മനുഷ്യൻ മൃഗതൃഷ്ണ തീർക്കാനല്ല വിവാഹം കഴിക്കുന്നതും കുട്ടി ഉണ്ടാവുന്നതും. അതായിരുന്നു ബ്രാഹ്മണിക്കൽ സൊസൈറ്റിയുടെ കൺസെപ്റ്റ്. കൊണ്ട് ഉത്തമ സന്താന ലബ്ധി ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് ആരോഗ്യം, സൗകുമാര്യം, ധർമ്മം ഇതെല്ലാമുള്ള പുത്രൻ ഉണ്ടാകണം എങ്കിൽ ഇതൊരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയാൽ പറ്റില്ല. ആനിമലിൽ നിന്ന് ആനിമൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതൊരു സംസ്കാരക്രിയ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ശതം ജീവയെന്നർക്ക് ഹോമം ഇതെല്ലാം കഴിഞ്ഞ് ആ ഹോമത്തിന്റെ പ്രതീകമായ സ്ത്രീയോനിയാകുന്ന ഹോമകുണ്ടവും പുംബീജമാകുന്ന ഹോമദ്രവ്യവും കാതോരം പറയുന്ന സ്ഫുലിംഗങ്ങളും ഒക്കെ ബൃഹദാരണ്യകത്തിലുണ്ട്. ബൃഹദാരണ്യക ഉപനിഷത്ത്
ലാസ്റ്റ് പാർട്ട് ആ ഘട്ടത്തിലാണ്. പുംസവനം രണ്ടാമത്തത് ഗർഭാധാനം കഴിഞ്ഞ് 3-ാം മാസത്തിൽ ചെയ്യുന്ന ക്രിയയാണ്. അതിന് കാരണം 56 ദിവസം കൊണ്ട്, ആദ്യത്തെ 56 ദിവസം കൊണ്ട് പ്രാഥമിക കോശവിഭജനം കഴിയും. അതായത് 20 വിഭജനങ്ങളും 12 വിഭജനങ്ങളും 8 ആഴ്ച കൊണ്ട് കഴിയും. 8 ആഴ്ചയ്ക്കുള്ളില് പ്രാഥമികങ്ങളായ കോശവിഭജനങ്ങൾ കഴിഞ്ഞിരിക്കും. അപ്പോൾ ഫൈനൈറ്റ് സെൽ ഡബിളിംഗ് കപ്പാസിറ്റി FCBC അനുസരിച്ച് അയാളുടെ ആയുർദൈർഘ്യം, ആ സ്പീഷീസിന്റെ ആയുർദൈർഘ്യം എന്ന പോലെ ആ വ്യക്തിയുടെ, ജനിക്കുന്ന വ്യക്തിയുടെ ആയുർദൈർഘ്യം, അയാളിൽ വരാവുന്ന രോഗങ്ങൾ, ഗുണങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ആ വിഭജനത്തിലാണ്, സ്റ്റെം സെൽ വിഭജനങ്ങളിലാണ്. അതിനുള്ള വിഭജനം പ്രാഥമികമായി നടക്കുന്നതിനെ അറിഞ്ഞ് 2-ാം മാസം, അതായത് 2 മാസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 60 ദിവസം, 2 മാസമാവുമ്പോൾ ഹൃദയം ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ അമ്മ 2 ഹൃദയം പ്രവർത്തിപ്പിക്കുന്നവളാകും. ദൗഹൃദം എന്നാണ് പറയുക. അതിനെ ദോഹദ കാലം എന്ന് പറയും, ഗർഭകാലം. അമ്മയിലൂടെ കുഞ്ഞിന്റെ ഹൃദയവും അമ്മയുടെ ഹൃദയവും പ്രവർത്തിക്കുന്ന. പിന്നെ വ്യാക് എന്ന പ്രമാണത്തിൽ വ്യാക്കൂണം എന്നൊക്കെ പറയും പഴയ ആളുകൾ. ഇത് കഴിഞ്ഞ് 3-ാം മാസത്തിൽ, 2 മാസം കഴിയുമ്പോൾ ഹൃദയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ശിശുവിന് ചെയ്യുന്ന, അത് പുരുഷ സന്താനമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്ന കർമ്മമാണ് പുംസവനം. അത് ചെയ്യേണ്ടത് ഞായർ, ചൊവ്വ, വ്യാഴം, ഇതിലേതെങ്കിലും ഒന്നിൽ ഈ ആഴ്ചകളിൽ വരുന്ന പൂയം നാളിൽ ചെയ്യണമെന്നാണ്. 3-ാം മാസത്തില് ഞായർ, ചൊവ്വ, വ്യാഴം, ഇതിലേതെങ്കിലും ഒന്നിൽപ്പെട്ട പൂയം നാളിലാണ് ഇത് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ അടുത്ത ക്രിയ സീമന്തം എന്ന് പറയും. സീമന്തം 4-ാം മാസത്തില് അല്ലെങ്കിൽ 6-ാം മാസത്തില്. പക്ഷെ കൗശീതകി വിഭാഗക്കാർക്ക്, കൗശീതകം ചടങ്ങിൽ വിശ്വസിക്കുന്നവർക്ക് 7-ാം മാസത്തിലാണ് ചെയ്യുക. അത് ആദ്യ ഗർഭത്തിൽ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാ ഗർഭങ്ങളിലും പിന്നീട് ചെയ്യണം. ആദ്യത്തിൽ ചെയ്താൽ പിന്നീടുള്ളതിന് ചെയ്യണമെന്നില്ല. അത് സീമന്തം എന്ന് പറയും. സീമന്തം ചെയ്യുമ്പോൾ ആ സീമന്തത്തില് നെറ്റി മുതൽ ശിരസ് വരെ ആ സ്ഥലം, അതിന് പറയുന്നത് കേശബന്ധം എന്നാണ് പറയുക. അതായത് ഇവിടുന്ന് മുടി ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്ന, ഇവിടെ ഒരു കുഴി പോലുള്ള ഭാഗത്തിന് കേശബന്ധം എന്ന് പറയും. മുടി ബന്ധിക്കുന്ന സ്ഥലം അതാണ്. അപ്പൊ കേശബന്ധം വരെ നെറ്റി മുതൽ വരുന്ന ആ സ്ഥലത്തിന് സീമന്ത രേഖ എന്ന് പറയും. ആ സീമന്ത രേഖ വരയ്ക്കപ്പെടുന്നതും അപ്പോഴാണ്. അന്ന് മുതൽ അവൾ സീമന്തിനി എന്നറിയപ്പെടുന്നു ബ്രാഹ്മണ സിസ്റ്റം അനുസരിച്ച്. അതിനാണ് ഇവിടെയൊക്കെ കുങ്കുമം ഒക്കെ തൊടുന്നത്. സീമന്ത രേഖയിൽ തൊടുന്നതൊക്കെ ഭർത്താവുണ്ട്, അതുകൊണ്ട് എന്നെ മറ്റുള്ളവർ മറ്റ് ദൃഷ്ടികോണങ്ങളിൽ നോക്കരുത്, ആ നോട്ടം പോലും തെറ്റാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നതിനുള്ളതാണ്. അത് 7-ാം മാസത്തിൽ ചെയ്യാം, 6-ാം മാസത്തിൽ ചെയ്യാം. 7-ാം മാസത്തിൽ കൗശീതകികൾക്ക്, മറ്റുള്ളവർക്ക് 4-ാം മാസത്തിലും ചെയ്യാം. പിന്നെ ഉള്ളത് ജാതകർമ്മം. ജാതകർമ്മം ജനിച്ചിട്ട് 90 നാഴികയ്ക്കുള്ളിൽ ചെയ്യണം. ജനനം കഴിഞ്ഞ് 90 നാഴിക, 2.5 നാഴികയാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ 90 നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം എന്ന് പറയുന്നത് 60 നാഴികയാണ്. ഏതാണ്ട് 1.5 ദിവസം, 36 മണിക്കൂറോളം വരും. അതാണ് 36 മണിക്കൂറിനുള്ളിൽ ചെയ്തിരിക്കണം. അതാണ് ജാതകർമ്മം, ജനിച്ചിട്ട് ചെയ്യുന്ന കർമ്മം. നാമകരണം, അത് പേര് വിളിക്കലാണ്. വെറ്റില ചെവിയിൽ വെച്ച് ആൺകുട്ടിയാണെങ്കിൽ അച്ഛന്റെ പേരാണ് വിളിക്കുക. അച്ഛന്റെ പേര് തന്നെയാണ് മകനെയും വിളിക്കുക. കാരണം ആത്മാവൈ പുത്രനാമാസി എന്ന വേദസൂക്തം അനുസരിച്ച് അച്ഛൻ തന്നെയാണ് മകനായി ജനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ അമ്മ കുട്ടിയെ പേര് വിളിക്കാറില്ല പൊതുവെ. കാരണം തന്നിൽ അദ്ദേഹം തന്നെ, ഭർത്താവ് തന്നെ ജനിച്ചതുകൊണ്ട് അവളെ ജായ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുക മാത്രമല്ല, അന്ന് മുതൽ ഭർത്താവ് അവളെ അമ്മയായി കണക്കാക്കും. അങ്ങനെയാണ് അതിന്റെ മര്യാദ.
അത് ആ കർമ്മമാണ് പേരിടൽ അല്ലെങ്കിൽ നാമകരണം എന്ന സംസ്കാരം. അത് 11ാമത്തെ ദിവസം അല്ലെങ്കിൽ 12ാമത്തെ ദിവസം, അല്ലെങ്കിൽ പിന്നെ മുഹൂർത്തം നോക്കിയേ ചെയ്യാവും. 11ാം ദിവസമോ 12ാം ദിവസമോ ആണെങ്കിൽ മുഹൂർത്തം നോക്കണ്ട. മറ്റുള്ള ഏത് ദിവസമാണെങ്കിലും പിന്നെ മുഹൂർത്തം എല്ലാം നോക്കി വേണം ചെയ്യാൻ. നാമകരണം കഴിഞ്ഞാൽ നിഷ്ക്രമണം. 4 മാസം കഴിഞ്ഞ് മാത്രമേ കുട്ടി സൂര്യൻ, ചന്ദ്രൻ, പ്രകൃതി, കാറ്റ് ഇവയൊക്കെ കാണാവൂ. കാരണം അമ്മയുടെ ഉദരത്തിൽ ജീവിച്ച കുഞ്ഞ് പ്രകൃതി കാണാൻ പോകുന്നത് 120 ദിവസം കഴിഞ്ഞാണ്. അതിന് നിഷ്ക്രമണം അല്ലെങ്കിൽ വാതിൽ പുറപ്പാടെന്ന് മലയാളത്തിൽ പറയും. കുട്ടിയെ എടുത്തുകൊണ്ട് വാതിലിന് പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ്. അതുവരെ പുറത്ത് കിടക്കില്ല. അത് വലിയ ചടങ്ങാണ് ബ്രാഹ്മണരുടെ. വാതിൽ പുറപ്പാട് അല്ലെങ്കിൽ നിഷ്ക്രമണം എന്ന് പറയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ ചെയ്യാറില്ല. കാരണം മറ്റുള്ളവർക്ക് ആചാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ല. തോന്നിവാസം ജീവിക്കുന്നവരാണ്. ഇന്ന് അവരെ കണ്ടുപിടിച്ച് ബ്രാഹ്മണരും തോന്നിവാസം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് ബ്രാഹ്മണർക്ക് ഈ ചടങ്ങൊന്നുമില്ല. പക്ഷെ ഉണ്ടായിരുന്ന കാലത്ത് താൻ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിലെ ബ്രാഹ്മണർ ഈ ചടങ്ങൊക്കെ ഉള്ളവർ, അതുകൊണ്ട് അത് വേറിട്ട് നിന്നത്. ഇന്നിപ്പോ എല്ലാത്തിനും കണ്ട ഒരുപോലെ ഇരിക്കും. കാരണം ഹോട്ടലിൽ കയറാൻ നേരത്തെ ഒന്ന് തുള്ളും, എന്നാലേ പൂണുന്നൂല അരേ വരും. എന്നാലും ഇരുന്നുള്ള ഇറച്ചി മീനും ഒക്കെ തിന്നും, കുഴപ്പമൊന്നുമില്ല. അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുള്ളുമ്പോൾ ഇത് നേരെ തോളെ വരും. എത്ര വലിയ വ്യത്യാസം. വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം നിങ്ങളും അവരും തമ്മിലൊന്നും വലിയ ഭേദമൊന്നുമില്ല. എല്ലാം ഒരുപോലെ ആയിട്ട്. അന്നപ്രാശം അത് 6ാം മാസമാണ്. 6 മാസമാകുമ്പോൾ ചോറൂണം എന്ന് പറയും. അന്നപ്രാശം അത് ഒരു സംസ്കാര കർമ്മമാണ്. അത് ആദ്യമായി അന്നം കൊണ്ടാണ് ജീവജാലങ്ങളെല്ലാം ഉണ്ടായത്. അന്നം ബ്രഹ്മേതി ഗജാന. അന്നം ബ്രഹ്മ. അത് ബൃഹദാരണ്യകം നിഷേധിച്ചിട്ട് പ്രാണൻ ബ്രഹ്മമാണ്. അന്നവും പ്രാണനും ചേരുന്നത് ബ്രഹ്മമാണ്. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തിൽ നിന്നുണ്ടായി അന്നത്തിലൂടെ വളർന്ന് അന്നമായിത്തീരുന്നു. അതിന്റെ ഒരു സങ്കല്പമുണ്ട് അതിനകത്ത്. പിന്നെ ചൂടാകരണം, അതിന് ചൗതമെന്നും പറയും, മുടി മുറിക്കാൻ. അതൊരു ചടങ്ങാണ്. പിന്നൊന്ന് കർണവേദം, അത് കാതുകുത്തൽ. പിന്നെ ഉപനയനം. ഇതിനൊരുപാട് ചടങ്ങുണ്ട്. അതാണ് ബ്രാഹ്മണനാക്കുന്ന ചടങ്ങ്. ദ്വിജൻ, അതായത് 2ാം ജന്മം, മരിച്ചു ജനിക്കുന്നു എന്ന സങ്കല്പം. മൃത്യുരാചാര്യസ്തവ എന്നാണ് അതിന്റെ മന്ത്രം. മൃത്യുവാണ് നിന്റെ ആചാര്യൻ. 3 പകലുകൾ ആഹാരം കഴിക്കാതെ 3 രാത്രികൾ ഉറങ്ങാതെ മൃത്യുമുഖത്ത് ബ്രാഹ്മണകുമാരൻ ചെന്ന് മൃത്യുവിനെ കണ്ട് മൃത്യുവിൽ നിന്ന് വരബലം വാങ്ങി തിരിച്ചു വരുന്നത് കൊണ്ട് അവൻ ദ്വിജനാകുന്നു. അങ്ങനെയാണ് 2ാം ജന്മം ഉണ്ടാകുന്നത്. അപ്പോ അതില് ആ ദ്വിജനാകുന്നതിന് പുണ്യാഹം, നാന്ദീമുഖം, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. ഉപനയനം പായസം കഴിച്ച് ഗർഭം കഴിച്ചാൽ ഈ ശ്വാസക്രിയകളൊക്കെ എല്ലാം വേണം. ശ്രീരാമന്റെ കേസാണ്. അവര് ക്ഷത്രിയരാണ്. അവര് ഭ്രാത്യനാണെങ്കിൽ വേണ്ട. പക്ഷെ ശ്രീരാമനൊക്കെ ഉപനയനം ഉണ്ടായിരുന്നു. പായസം കഴിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഉപനയനവും സംസ്കാരവും എല്ലാം എല്ലാവർക്കും വേണം. സാക്ഷാൽ ജഗദീശ്വരൻ ജനിച്ചാൽ പോലും ആ സംസ്കാര കർമ്മങ്ങളൊക്കെ ലോക സംഗ്രഹാർത്ഥം ചെയ്യാം. ജീവൻ മുക്തനായവൻ പോലും ലോക സംഗ്രഹാർത്ഥം മര്യാദയ്ക്ക് ജീവിക്കണം. ഇല്ലെങ്കിൽ ലോകം അങ്ങനെ നിലനിൽക്കും. ഉത്തമന്മാർ പോയ വഴിയെയാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തതദേവേതരോ ജനാഹ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതി. ഉത്തമന്മാർ പോയ മാർഗത്തിലാണ് മറ്റുള്ളവർ പിന്നെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഉത്തമന്മാർ ഒരിക്കൽ പോലും വിധി തെറ്റിച്ച് ജീവിക്കരുത്. അവർക്ക് ആവശ്യമുണ്ടായിട്ടല്ല വിധിയെ പാലിക്കുന്നത്, ലോകമര്യാദ അനുസരിച്ച്. നാളെ ആളുകൾ ഇതൊക്കെ വലിച്ചെറിയാതിരിക്കുന്നതിന്. അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് ഇതൊന്നും വേണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങളാരും ഇതൊന്നും ചെയ്തില്ല, അതിന് കാരണം ഞങ്ങളൊക്കെ പായസം കഴിച്ചുണ്ടായതാണ് എന്നൊക്കെ അഭിമാനിച്ചാൽ, പിള്ളേര് പോയപ്പോ ചോദിച്ചാണ് മാടോ ഇതൊക്കെ ചെയ്തോ, ഇതിന്റെ വഴിയിലൊക്കെയാണോ? അപ്പൊ അതിനുടനെ തന്നെ ഒരു കൊലസ്റ്റ ബുദ്ധി കണ്ടുപിടിച്ചാണ്. അതായിരിക്കും ചിലപ്പോ താമസിച്ചത്. ഉപനയനത്തില് അഗ്നിരാചാര്യസ്തവ മൃത്യുരാചാര്യസ്തവ. അഗ്നിയിൽ ദഹിപ്പിച്ച് അഗ്നി ആചാര്യനായി തീർന്ന്
മൃത്യുമുഖത്തെത്തി മൃത്യുവിനെ ആചാര്യനായി സ്വീകരിച്ച് മൃത്യുവിൽ നിന്ന് 3 വരങ്ങളും വാങ്ങിയാണ് ബ്രാഹ്മണകുമാരൻ തിരിച്ചു വരുന്നത്. 3 രഹസ്യങ്ങൾ. അത് ഉപനയനമാണ് ആ സന്ദർഭം. ഉപനയന വേളയിൽ പിതാവ് സർവസ്വവും ദാനം ചെയ്യും, എന്നിട്ടേ ഉപനയനം നടത്തുള്ളൂ. അപ്പൊ ഉപനയനം പ്രധാനപ്പെട്ട, അതായത് ബ്രാഹ്മണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാര കർമ്മങ്ങളിലൊന്നാണ് ഉപനയനം. വേദാരംഭം, ഓത്തുപഠിക്കുക. ഒത്തുപഠിക്കുക എന്ന് പറയും. വേദം ചൊല്ലാൻ പഠിക്കുക, അത് വേദാരംഭമാണ്. ഋഗ്വേദികൾ ഋഗ്വേദം, യജുർവേദികൾ യജുർവേദം പഠിക്കും. വിവാഹം, വേളി. വേളി വളരെ പ്രധാനപ്പെട്ടതാണ്. വേളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേളിയില് പ്രധാനമായുള്ളത് പുണ്യാഹം, ലാജഹോമം, സപ്തപതി, പാണിഗ്രഹണം, ശതംജീവ എന്നത് നിയമം ഇത്രയും ഉണ്ടാവും വേളിക്ക്. വേളിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കർമ്മങ്ങളെല്ലാം. വളരെ പ്രധാനപ്പെട്ടാന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. അതൊക്കെ തന്നെ പഠിച്ചിട്ട് വേണം ബന്ധുമിത്രാദികളോടൊപ്പം ഇരുന്ന് മംഗളഭോജനം കഴിഞ്ഞ്, അതായത് വരൻ വധൂഗൃഹത്തിലെത്തി ബന്ധുക്കളോടൊപ്പം ഇരുന്ന് ആ മംഗളഭോജനം കഴിയും. അതിന് അയനിയൂണെന്നാണ് പഴയ ഭാഷ. അയനിയൂണെന്ന് പറയാം. എന്നിട്ട് കുളിച്ചു വന്ന് നാന്ദീമുഖം ചെയ്യും. അതെ, പണ്ടുണ്ടായിരുന്നു, പിന്നെ ഇല്ല. പുരാ കൽപ്പേഷു നാരീണാം മൗഞ്ചീബന്ധനമിഷ്യതേ എന്ന പ്രമാണം. പുരാണ കൽപ്പങ്ങളിൽ സ്ത്രീകളും ഉപനയിച്ചിരുന്നു. അങ്ങനെ കാണാൻ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷേ പണ്ട് കാലത്ത് സ്ത്രീയെയും ഉപനയിപ്പിച്ചിരുന്നു. സ്ത്രീക്കും ഉപനയനമുണ്ടായിരുന്നു. പുരാ കൽപ്പേഷു നാരീണാം മൗഞ്ചി ബന്ധനമിഷ്യത എന്നുണ്ട്. മാത്രവുമല്ല, പണ്ട് കൽപ്പങ്ങളിൽ സ്ത്രീകൾ തന്നെ മന്ത്രദ്രഷ്ടാക്കളായുണ്ട്. അപാലാത്രയി, വിശ്വവാരാത്രയി, വാഗംഭൃണി, ഘോഷ, കാക്ഷിവതി, ഇവരൊക്കെ വേദവിത്തുകളായ ഋഷിണിമാരാണ്, വളരെ പ്രഖ്യാതരായ. മാത്രവുമല്ല, കാദംബരി എന്ന് പറയുന്ന പുസ്തകത്തില് മഹാശ്വേത യജ്ഞോപവീതവും ധരിച്ചാണ് രംഗവേദിയിൽ വരുന്നത്. അങ്ങനൊരു കൽപ്പന അതിനകത്തുണ്ട്. കാദംബരി വായിച്ചിട്ടുണ്ടെങ്കിൽ റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. കാദംബരി പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. പുസ്തകത്തിന്റെ പേര് കാദംബരി. അതിലെ കഥാപാത്രത്തിന്റെ പേര് മഹാശ്വേത. മഹാശ്വേതയൊക്കെ രംഗത്തേക്ക് വരുന്നത് യജ്ഞോപവീതവും ധരിച്ചാണ്. അതുകൊണ്ട് അന്ന് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇപ്പൊ ഉണ്ടാവാറില്ല. ഇപ്പൊ സ്ത്രീകളെ ഉപനയിപ്പിക്കാറില്ല. സ്ത്രീ പ്രജയ്ക്ക് ഉപനയനമില്ല ഇപ്പൊ. അതിന് പകരം അരഞ്ഞാണം ഇടിക്കുമെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ബന്ധുമിത്രാദികളോടൊപ്പം വരനിരുന്ന് അയനിയൂണ് കഴിഞ്ഞ്, വധുഗ്രഹത്തിൽ നിന്ന് അയനിയൂണ് കഴിഞ്ഞ് കുളിച്ചു വന്ന് നാന്ദീമുഖം ചെയ്ത് വധുവിന് വരൻ മന്ത്രകൂടി നൽകും. വരന് വധുവും മന്ത്രകൂടി നൽകും. പിന്നെ മുഖദർശനം ഉണ്ടാവും. രണ്ടുപേരും മുഖം കാണൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടാവും. അതുവരെ സ്ത്രീയുടെ മുഖം പുരുഷനോ പുരുഷന്റെ മുഖം സ്ത്രീയോ കാണില്ല വിവാഹത്തിൽ. മുഖദർശന സമയത്ത് മാത്രമേ കാണൂ. അത് കഴിഞ്ഞ് ഉദകപൂർവ്വം ഉണ്ടാവും. ഇന്നത്തെ പെണ്ണ് കാണലൊന്നും വന്നില്ല. അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന പോലൊക്കെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഏതൊരു പുരുഷൻ ജനിക്കുമ്പോഴും അവനുള്ള വധുവും ജനിച്ചിട്ടുണ്ടാവും, വിവാഹം ഉണ്ടെങ്കിൽ. വിവാഹമില്ലെങ്കിൽ അതിന് പരിവ്രജായോഗം ഉണ്ടാവും. പ്രവ്രജായോഗം എന്ന് പറയും. പ്രവ്രജായോഗം ഉണ്ടെങ്കിൽ വിവാഹം നടക്കില്ല. പ്രവ്രജയില്ലെങ്കിൽ വിവാഹം ഉണ്ടാവും. വിവാഹം ഉണ്ടെങ്കിൽ അവന്റെ വധുവിനെ മാത്രമേ അവന് കിട്ടൂ. അത് യാദൃച്ഛികമായി കിട്ടുന്നതാണ് ഉത്തമം. പരസ്പരം കണ്ട്, കണ്ണ് കണ്ടോ മൂക്ക് കണ്ടോ ഒക്കെ സ്നേഹിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ അടിയുണ്ടാവും. ആന്തരികമായ യോജിപ്പുണ്ടാവില്ല. അച്ഛനും അമ്മയൊക്കെ യോജിപ്പിച്ചു കൊടുക്കുന്നതിന് അവസാനം വരെ യോജിപ്പുണ്ടാവും, തമ്മിൽ കണ്ടില്ലെങ്കിൽ. യൂറോപ്പിലൊക്കെ ഓരോ നിമിഷവും ഡൈവോഴ്സാണ്. ഓരോ നിമിഷവും. യൂറോപ്പില് പാരസ്പര്യമില്ല. ഭാര്യാഭർത്തൃ പാരസ്പര്യമില്ല. അറിഞ്ഞ് വിവാഹം കഴിച്ചാലും അവർ തമ്മിൽ യാതൊരു പാരസ്പര്യമില്ല. വിവാഹത്തിനൊരു ധർമ്മം മാത്രമേ അവിടെയുള്ളൂ. രാവണനുണ്ടല്ലോ. രാവണൻ ബ്രാഹ്മണനാണ്, ഉപനയനമുള്ള ആളാണ്.
ബ്രാഹ്മണനാണ്, ഉത്തമനാണ്, ഉത്തമ വംശത്തിൽ പിറന്നവനാണ്, സാമവേദിയാണ്. ത്വം ബ്രാഹ്മണസ്യുത്തമ വംശ സംഭവ പൗലസ്ത്യപുത്രോസി കുബേര ബാന്ധവ. ആഞ്ജനേയൻ തന്നെ പറയുന്നുണ്ട്. അവർക്ക് കസ്റ്റംസ് അറിയും. അവരുടെ രാജ്യത്തും പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ആ സംസ്കൃതി കൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച ജനത ആ ജീവിതം ദേശാന്തരങ്ങളിൽ അക്രാമികമായി പോയപ്പോൾ, ഇപ്പോൾ നിങ്ങൾ കാണുന്നിടത്ത് അമേരിക്കയിലുള്ളത് വെസ്റ്റ് ഇന്ത്യൻസ് ആയിരുന്നു. വെസ്റ്റ് ഇന്ത്യൻസിന് ഈ സംസ്കാരം എല്ലാം ഉണ്ട്. ഋഗ്വേദ യജുർവേദ അന്തർഗതങ്ങളായിരിക്കുന്ന എല്ലാ സംസ്കാരവും വെസ്റ്റ് ഇന്ത്യൻസിനുണ്ട്. അവിടേക്ക് യൂറോപ്പിലെ, അതായത് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, വെയിൽസ് മുതലായ രാജ്യങ്ങളിലെ അലവലാദികൾ, അവിടുത്തെ കൊള്ളിക്കരുതാത്തവന്മാർ ഒരു ദേശത്ത് ആ ദേശത്തെ മാതൃത്വമായി കണ്ട് ജീവിക്കുമ്പോൾ ആ ദേശത്ത് നിന്നൊരുത്തൻ വേറൊരു ദേശത്തേക്ക് കുടിയേറുന്നത് ധനം മാത്രം ആഗ്രഹിച്ചാണ്, വേറെ ഒരാഗ്രഹവും കൊണ്ടല്ല. അങ്ങനെ കുടിയേറിയ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഒക്കെ ആളുകൾ ആദ്യകാലത്ത് കുടിയേറിയാണ് ആ സംസ്കൃതിയെ കളഞ്ഞു കുളിച്ച് ഇന്ന് അമേരിക്ക എന്ന് പറഞ്ഞ എല്ലാവരെയും ഭ്രമിപ്പിക്കുന്ന ഒരു രാജ്യമായി വികസിച്ചു നിൽക്കുന്നത്. അതിന്റെ ചരിത്രം എടുത്ത് പഠിക്കണമെങ്കിൽ 1774 മുതലുള്ള ചരിത്രം പഠിക്കണം. അപ്പോഴാ ബോസ്റ്റൺ ടീ പാർട്ടിയും അതിനകത്ത് നടന്ന യുദ്ധങ്ങളും അന്നെഴുതിയ അങ്കിൾ ടോം സ്കാബിനും ഒക്കെ വായിച്ചു നോക്കണം നിങ്ങൾ ചെറുപ്പക്കാര്. അന്നേരമാണ് നിങ്ങൾക്ക് മനസ്സിലാകുക. തൊമ്മിയമ്മാവന്റെ കുതിരാലയം വായിക്കുമ്പോൾ അമേരിക്കൻ വിപ്ലവത്തിന് വിത്തുപാകിയത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് വളരെ പ്രസിദ്ധനായ എബ്രഹാം ലിങ്കൺ, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്, അവിടുത്തെ ആദിവാസി മൂപ്പൻ എഴുതിയൊരു കത്തുണ്ട് കുറെ സ്ഥലം വിട്ടു കിട്ടാൻ. അതിന് മൂപ്പൻ എഴുതിയൊരു മറുപടിയുണ്ട്. കവിതയാണ്, വായിച്ചിട്ടുണ്ടോ? അത് മൂപ്പൻ സൂപ്പറായിട്ട് എഴുതിയൊരു മറുപടിയാണ്. ഋഗ്വേദത്തിലെ ഒരു സൂക്തമാണ് സാധനം. ഭൂമി ആരുടേതാണ്? ഞാൻ എങ്ങനെയാണ് ഭൂമി തരുക? ഭൂമിയെ വിൽക്കുമോ? അമ്മയെ ആരെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? അപ്പൊ ഈ സംസ്കൃതി എല്ലാ രാജ്യത്തും. ജർമ്മനിയിൽ നിന്ന് സ്ത്രീകൾ നഷ്ടപ്പെട്ട തങ്ങളുടെ സംസ്കൃതി ഏറ്റുവാങ്ങുന്നതിന് ഇന്ത്യയില് ഹിമാലയൻ പ്രാന്തപ്രദേശത്ത് വന്ന് ഗർഭം ധരിച്ച് തിരിച്ചു പോകും. വിവാഹം കഴിച്ച് വേറെ പുരുഷനെയാണ്, അവന്റെ പിള്ളേരുണ്ടാകാൻ സമ്മതിക്കൂല. ആര്യൻ ഗോത്ര സംസ്കൃതി, ആര്യവിശുദ്ധി ഇന്ത്യയിലെ ഒരു ഗോത്ര സംസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ച് മൈലുകൾ താണ്ടി ഇന്ത്യയിൽ വന്ന് ആര്യവിശുദ്ധിയുള്ളവരിൽ നിന്ന് മാത്രം ബീജം സ്വീകരിച്ച് തിരിച്ചു പോകും. ഒന്നും രണ്ടൊന്നുമല്ല, അതിശയോക്തിയല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ പുരുഷന്മാരുടെ കാര്യമല്ല, അവര് ചെയ്യുന്ന അവരുടെ ആ ഗോത്ര സംസ്കൃതിയെ, ആര്യവിശുദ്ധിയെ നഷ്ടപ്പെടാതിരിക്കാൻ അവര് മാത്രമാണ് ബ്ലഡ് കലരാത്ത ഒരു ഗോത്ര സംസ്കൃതി ഉള്ളത്. ഇത് അന്വേഷിച്ചറിഞ്ഞ് ജർമ്മനിയിൽ അതിന്റെ രേഖകളുണ്ട്. അതുകൊണ്ടാണ് ജർമ്മനിയിൽ നിന്ന് അവിടുത്തെ സ്ത്രീകൾ ഇവിടെ വന്ന് ആര്യവിശുദ്ധിയുടെ സന്താനങ്ങളെ മാത്രമേ ഇനി തങ്ങൾ പ്രസവിക്കൂ എന്ന് തീരുമാനിച്ചു വന്നു പോകുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇതിന്റെ ന്യായാന്യായങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ ലോകത്ത് എല്ലായിടത്തും ഈ സംസ്കൃതി നിലനിന്നിരുന്നു. അതിന് ഉദാഹരണം പറഞ്ഞാൽ അതാണ് എന്നോടുള്ള ചോദ്യം, അതാണെന്ന് തോന്നുന്നു ചോദ്യം അല്ലെ? അവർക്ക് ഈ സംസ്കൃതി ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഉപനയനം വലിച്ചെറിഞ്ഞവരെല്ലാം, പൂണുനൂൽ വലിച്ചെറിഞ്ഞവരൊക്കെ വ്രാത്യന്മാരാണ്. സംസ്കൃതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. സംസ്കാരമില്ലാതെ മനുഷ്യൻ ജനിക്കില്ല. അപ്പൊ അതിന് വിവാഹം മുതലായവയ്ക്ക് അതിന്റെ സംസ്കാരമുണ്ട്. വിവാഹങ്ങൾ 8 തരമുണ്ട് വൈദികമായി. ആർഷം, ബ്രാഹ്മം, പ്രാജപത്യം, ആസുരം, പൈശാചം, ഗാന്ധർവം, ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിലെ പ്രസിദ്ധമായ ആർഷവും ബ്രാഹ്മവുമാണ് ബ്രാഹ്മണ വിവാഹങ്ങളിൽപ്പെടുക. ആ വിവാഹം അനുസരിച്ചാണ് ഈ പറഞ്ഞ ചടങ്ങുകളൊക്കെ. അപ്പൊ നാന്ദീമുഖം കഴിഞ്ഞ്, മുഖദർശനം കഴിഞ്ഞ്, നാന്ദീമുഖം കഴിഞ്ഞ്, ഉദകപൂർവം കഴിഞ്ഞ്, ഉദകപൂർവം എന്ന് പറഞ്ഞാൽ കാൽ കഴുകൽ എന്നൊരർത്ഥമുണ്ട്, പണക്കിഴി നൽകൽ എന്നൊരർത്ഥമുണ്ട്. കഴിഞ്ഞാണ് പിതാവ് കന്യാദാനം നടത്തുക. അതിനിടയിലാണ് പാണിഗ്രഹണം സർവപ്രധാനമാകുന്നത്. സഹോദരനാണ് ലാജമിരുന്ന് ഹോമിക്കുക. ലാജം ഹോമിക്കുമ്പോൾ ഒരു പെൺകുട്ടി അവളുടെ കുടുംബ ജീവിതവും അവളുടെ അച്ഛനമ്മമാരും അവളുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളുമായി
ഭർതൃഗൃഹത്തിലേക്ക് എത്തിയാൽ ഒരിക്കലും അവരോട് യോജിച്ചു പോകാൻ പറ്റില്ല. ഒരു രാജ്യത്തും യോജിച്ചു പോകാൻ പറ്റില്ല, ഒരാൾക്കും യോജിച്ചു പോകാൻ പറ്റില്ല. ഒരു പുരുഷൻ അമ്മാതിരി സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന കർമ്മകലാപങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടേക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ ഈ അടുക്കളയിൽ അവൾ പെരുമാറേണ്ടി വരും ആ അമ്മയോടൊപ്പം. ഒരു പുരുഷനാണ് വരുന്നതെങ്കിൽ അവന് മുകളിൽ ഇരുന്ന് പത്രവും വായിച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് അതല്ല. അപ്പോ ലോകത്ത് ഓരോ തലമുണ്ട്. അതുകൊണ്ടാണ് മനുവും മറ്റും എഴുതുന്നത് പിതാരക്ഷതി കൗമാരേ ഭർത്താരക്ഷതി യൗവനേ പുത്രശ്ച സ്ഥവിരേ കാലേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതൊക്കെ പ്രാചീന സങ്കല്പമാണ്. അർത്ഥം മനസ്സിലായോന്നറിയില്ല. ബാല്യകാലം അച്ഛന്റെ സംരക്ഷണയിൽ കഴിയുന്നവളും കൗമാരകാലം ഭർത്താവിന്റെ സംരക്ഷണയിൽ കഴിയുന്നവളും വാർദ്ധക്യം പുത്രന്റെ സംരക്ഷണയിൽ കഴിയുന്നവളുമായ സ്ത്രീക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. അത് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകില്ല. കാരണം മനുസ്മൃതി എന്നത് നിയമഗ്രന്ഥമാണ്. ഒരു നിയമഗ്രന്ഥമാണ് മനുസ്മൃതി. അതിന് മിതാക്ഷര ദായഭാഗ എന്ന് 2 വ്യാഖ്യാനമുണ്ട്. ഒരു നിയമഗ്രന്ഥം ഇന്റർപ്രിട്ടേഷൻ കൊണ്ടാണ് അത് സാധുവാകുന്നത്. അവിടെ നിയമഗ്രന്ഥമാകുമ്പോൾ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടാ ശരിയാണ്. സാധാരണക്കാരനെടുത്ത് വായിച്ചാൽ അത് മനസ്സിലാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നിങ്ങളുടെ ഇന്ത്യ. സമ്മതമാണ്. അതിന്റെ പരമോന്നതനായ പൗരൻ രാഷ്ട്രപതിയാണ്. ശരിയാണ്. രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരു പറ്റം കരിമ്പൂച്ചകളാൽ നിയന്ത്രിതനാണ്. അയാൾ അസ്വതന്ത്രനാണ്. KR നാരായണൻ കുറിച്ചിക്കടുത്ത് നിന്ന്, കുറിച്ചിയല്ലോ, കുറിച്ചിത്താനത്തിനടുത്ത് നിന്ന് ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തിയ ആളാണ്. അയാൾ കുറിച്ചിത്താനത്തേക്ക് വന്ന് അവിടെ കൂടെ പഠിച്ച മത്തായിയുടെ ചായക്കട എന്നൊരു പരിപ്പൂട തിന്നാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. മത്തായി കൊടുക്കുന്ന പരിപ്പൂട ആദ്യം ഡോക്ടർമാർ പരിശോധിച്ച് കൂടെയുള്ള 2 പേർ തിന്ന് മണിക്കൂറുകൾ കഴിഞ്ഞൊന്നും പറ്റിയില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവര് തിന്നതിന്റെ എച്ചില് വേണം ഈ രാഷ്ട്രപതി തിന്നാൻ. തീറ്റയിലുമുള്ള അസ്വതന്ത്രനാണ്. തന്റെ വീട്ടിലെത്തി ഒന്ന് മൂത്രമൊഴിക്കാനോ കക്കൂസിപ്പാനോ ധൃതിയായി ഓടിപ്പോയാൽ അയാൾക്ക് പോകാൻ പറ്റില്ല. ആദ്യം 2 പട്ടാളക്കാർ ചെന്ന് അതിനകത്തെല്ലാം നോക്കി കക്കൂസൊക്കെ സുരക്ഷിതമാണെന്ന് തട്ടി നോക്കി അതിന് പുറത്ത് അയാൾക്കൊന്ന് ഉറക്കെ വളിവിടാൻ പോലും പറ്റാതെ കാവല് നിൽക്കും. അയാൾ അസ്വതന്ത്രനാണ്. വ്യക്തി ഉത്തരവാദിത്വത്തിന്റെ ഔന്നത്യത്തിലെത്തുമ്പോൾ അയാൾ അസ്വതന്ത്രനാണ്. അതിന് പ്രോട്ടോകോൾ എന്നൊരു മനോഹര പദം ഉണ്ടാവും. അപ്പോ സ്ത്രീ കുടുംബിനിയാകുമ്പോൾ അവളുടെ ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തിൻ്റെത് മുഴുവനാകുമ്പോൾ അവൾ അസ്വതന്ത്രയാണ്. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ടൊരു വിവാഹത്തിലുമൊക്കെ സ്ത്രീക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ആ സ്ത്രീ ഭർതൃഗൃഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ സ്വപ്നങ്ങൾ ഉണ്ടാവും അവളെ എന്നും നശിപ്പിക്കാൻ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്റെ അമ്മ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചാൽ തല്ലുവാങ്ങിക്കും. അപ്പൊ അവളുടെ സ്വപ്നങ്ങൾ ആ ഭർതൃഗൃഹത്തിലേക്ക് മാറിയാൽ അവൾ ഇങ്ങനെ ഒരു വിരല് കാണിച്ചാൽ അതിലെ കൂടെ ഈ ഭർത്താവ് എന്ന് പറയുന്ന കുളുന്താനെ കൊണ്ടുപോകാം, അവന്റെ വീട് കൊണ്ടുപോകാം. മറിച്ച് തിരിച്ചായാൽ നിത്യ നരകമുണ്ട്. അതിനുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്. എങ്ങനെയാണ് താൻ പറഞ്ഞാൽ കേൾക്കുന്നത്? വിവാഹം കഴിച്ചിരുന്നു. അപ്പോ അമ്മയുണ്ട്, അവിടെ പ്രായമായിരിക്കുകയാണ്. അപ്പൊ രാവിലെ ചായ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു ചായയൊക്കെ അമ്മ കൊണ്ടത്തരും. ഇന്നലെ ഒരു അമ്മയല്ലേ ഒന്ന് കുടിച്ച്, അമ്മ തരുന്നത് കുടിച്ചാൽ മതി, അമ്മ കഴിഞ്ഞിട്ടൊക്കെ മതി എന്നെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും. അതൊക്കെ നമ്മൾ തമ്മിലുള്ള ജീവിതത്തിന്റെ ഭാഗം. അമ്മയെ ചെന്ന് കാണാൻ പതിവായിട്ട് അമ്മയ്ക്കുള്ളതൊക്കെ കൂടെ തുണിയെടുക്കാൻ പോയി, നിങ്ങളുടെ അമ്മയ്ക്കുള്ളത് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എടുത്ത് തന്നാൽ മതി. അപ്പോ ഇവരുടെ കയ്യിൽ അമ്മയും കളിക്കും മകനും കളിക്കും. മറിച്ച് അമ്മ ഉമ്മ കുറെ കാലമായാലും അമ്മയെ സ്നേഹിച്ചാണോ എന്നാ പിന്നെ അമ്മയെ തന്നെ കല്യാണം കഴിച്ചാൽ പോലെയായിരുന്നു, ഞാൻ പിന്നെ ഇതിനാ വന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബജീവിതം തകർന്നു. അപ്പൊ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പെൺകുട്ടി ബാധയാകാതിരിക്കണം. അങ്ങനെ പറ്റുന്നവരെ ഈ പണിക്കൊക്കെ പോകാവും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതൊക്കെ നല്ലപോലെ മനസ്സിലാക്കി ആചാര്യന്മാർ എഴുതി വെച്ചത്. അതുകൊണ്ട് അതിനൊന്നും തെറ്റുപറ്റുകയില്ല. നമ്മുടെ സൗകര്യത്തിനായിരിക്കില്ല, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ അമ്മയാകുന്ന ഒരു ദിവസം ഉണ്ടാവും.
നമ്മൾ വിവാഹം കഴിച്ച് അവകാശമൊക്കെ പിടിച്ചു വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മളമ്മയാകും. അപ്പൊ കെട്ടിവരുന്ന പെണ്ണ് നമ്മളെ അടിക്കുന്നത് ഇതിന്റെ 4 ഇരട്ടിയായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് അവകാശം കിട്ടണം. ഇവിടെ അമ്മായിമ്മയോട് പോരടിച്ച് അവകാശം മുഴുവൻ പിടിച്ചു മേടിക്കണം. പിന്നെ മകൻ കല്യാണം കഴിക്കുമ്പോൾ വരുന്നവളോട് അവകാശം പിടിക്കും. അപ്പൊ അവൻ തന്നെ പറയും, എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അമ്മൂമ്മയോട് കാണിച്ചൊക്കെ, ഇതിന് നല്ലപോലെ കൊടുത്തു. ഈ തള്ള എന്റെ അമ്മൂമ്മയെ ഒരുപാട് പീഡിപ്പിച്ചതാണ്, ഇവളെ ശരിക്ക് കൈകാര്യം ചെയ്തേക്കണം എന്ന് പയ്യെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണം. അതിനെഴുതി വെച്ച് സൂത്രവാക്യങ്ങളായി. അതിനൊക്കെ അതിന്റെ അർത്ഥവും വ്യാപ്തിയുണ്ട്. അത് അറിഞ്ഞു പഠിക്കണം. അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് അറിഞ്ഞു പഠിക്കണം. അപ്പൊ വിവാഹത്തിൽ അതുകൊണ്ട് ഒരുപാട് കർമ്മങ്ങളുണ്ട്. ലാജം ഹോമിക്കുമ്പോൾ പെൺകുട്ടിയുടെ ഗോത്രവും സൂത്രവും മാറും. അവൾക്ക് സ്വന്തം അച്ഛനും അമ്മയൊന്നും മരിച്ചാൽ പുലയും വാലായ്മയും ഒന്നുമില്ല. ഭർത്താവിന്റെ അച്ഛനും അമ്മയോ മരിച്ചാൽ പുലയും വാലായ്മയും ഒക്കെ ഉണ്ടാവും. അവൾ ഭർത്തൃഗോത്രത്തിലേക്ക് ചേർന്നു. അങ്ങനെയാണ് അതിന്റെ സംസ്കാരം. അസഗോത്രയെയും അസബിണ്ടയെയുമേ വിവാഹം കഴിക്കുള്ളൂ. സഗോത്രയെയും സബിണ്ടയെയും വിവാഹം കഴിക്കില്ല. സഗോത്ര ഒരു ഗോത്രത്തിലുള്ളയാൾ ആ ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കില്ല. ഗോത്രാന്തര വിവാഹമേ ഉള്ളൂ. ആ വിവാഹമൊക്കെ ഒരുപാട് അപസ്മാരവും ഒരുപാട് ഭ്രാന്തും ഒരുപാടുണ്ടാവും. അതൊക്കെ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത്. മുറച്ചെറുക്കനും ബഹളമൊക്കെ സഹോദരിയും സഹോദരനും തമ്മിലുള്ള വിവാഹമാണ്. അത് പ്രതിഷിദ്ധമാണ്. അതുകൊണ്ട് സ്നേഹമൊന്നും അങ്ങനെ വളർന്നുകൂടാ, അങ്ങനെ വിവാഹം കഴിച്ചുകൂടാ. അത് വരുന്ന തലമുറയിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും ശരിയായ വഴിയല്ല. സ്വത്ത് പോകാതിരിക്കാൻ കാരണവന്മാർ കണ്ടുപിടിച്ചൊരു പണിയാണത്. സ്വത്ത് അപ്പൊ പിന്നെ പോവുകയില്ല. കാരണം വെച്ചാൽ ഉന്മാദവും അപസ്മാരവും മന്ദബുദ്ധിയും ഒക്കെ ആയിട്ട് സ്വത്ത് അവിടെ ഇരുന്നോളും. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ലാജം ഹോമിക്കുമ്പോ സഹോദരനായിരുന്നു ഹോമിക്കുന്നത്. ആദ്യം പുണ്യാഹമുണ്ട് വിവാഹത്തിന് മുമ്പ്. പുണ്യാഹത്തില് 4 ബ്രാഹ്മണർ, ഋത്വിക്കുകൾ, ഒരു യജമാനൻ. യജമാനൻ ആ ഋത്വിക്കുകളോട് ചോദിക്കും, മനസ്സമാധിഗത, ജലം ശുദ്ധമാകുന്നത് സമാധിസ്ഥമായ മനസ്സ് അതിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ അവര് പറയും, സമാഹിത മനസ്സസ്മ, ഞങ്ങളുടെ മനസ്സ് സമാഹിതമാണ്. മനസ്സാണ് ആ ജലത്തെ പവിത്രമാക്കുന്നത്. അങ്ങനെ പവിത്രീകരിച്ച് ശുദ്ധി വരുത്തി ആ പുണ്യാഹം കഴിഞ്ഞ് ലാജം ഹോമിച്ചു കഴിഞ്ഞ് മലര് ഹോമിക്കും. അപ്പൊ അത് ഹോമിക്കുമ്പോ ആ ഹോമത്തോടെ ഇവളുടെ ഗോത്രവും സൂത്രവും എല്ലാം ഭർത്തൃഗോത്ര സൂത്രാദികളിലേക്ക് മാറും. അത് കഴിഞ്ഞ് വരൻ വധുവിന്റെ വലത്തുകാലിൽ പിടിച്ച് 7 ചുവടുകൾ വെപ്പിക്കും. അതിന് സപ്തപതി എന്ന് പറയും. ആ സപ്തപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ചുവടുകളാണ്. ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവനി, തുര്യത. അതായത് ശുഭേച്ഛ, അതായത് നിർവ്യാജ വൈരാഗ്യപൂർവകമായ ശുഭമായ ഇച്ഛ. അതാണ് ഒന്നാമത്തെ ചുവട്. നിന്നെ ഞാൻ നിർവ്യാജ വൈരാഗ്യപൂർവകമായ ശുഭമായ ഇച്ഛയിലേക്ക് കൊണ്ടുപോകും. അതിന്റെ പ്രതിജ്ഞയാണ്, വരന്റെ പ്രതിജ്ഞയാണ്. നിന്നെ ഞാൻ വിവാഹം കഴിക്കുന്നത് നിന്നെ കൂട്ടി ശുഭമായ ഒരു ഇച്ഛയിലേക്ക് പോകും. അത് നിർവ്യാജവും വൈരാഗ്യപൂർവകവുമായിരിക്കും. 2 സുവിചാരണ, നിന്നെ ഞാൻ ശാസ്ത്രങ്ങളെല്ലാം പരിശീലിപ്പിക്കും. ഇവൻ പഠിച്ചവനും ഉപനയനം കഴിഞ്ഞവനും വേദവേദാംഗങ്ങൾ അറിയുന്നവനും ഓത്തു ചൊല്ലിപ്പഠിച്ചവനും സമാവർത്തനം കഴിഞ്ഞവനും ഒക്കെ ആയതുകൊണ്ട് ആ സമാവർത്തനാദികളൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം എന്നുള്ളത് കൊണ്ട് ആ പഠിച്ച ശാസ്ത്രം ഇവളെ പഠിപ്പിച്ച് മനനം ചെയ്യും. അതിനുള്ളതാണ് സുവിചാരണ. നന്നായിട്ട് ശാസ്ത്രം പഠിപ്പിക്കും. സത്സംഗാദികൾ ഉണ്ടാവും. തനുമാനസ, വിചാരണയുടെ അഭാവം വന്ന് മനസ്സിന് തനുത്വം വരും, മനസ്സ് സൂക്ഷ്മമാവും. സത്താപത്തി, ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് ഉപരമമുണ്ടാവും. ഇന്ദ്രിയങ്ങൾ പോകുന്ന വിഷയങ്ങളുടെ വഴിയെ ഇനി പോവില്ല. ബുദ്ധി സത്യാത്മാവിൽ സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള അതിന് സത്താപത്തി എന്ന് പറയും. അസംസക്തി, ലൗകിക വിഷയങ്ങളിൽ ഒന്നും സംഘമില്ലാതാക്കും നിന്നെ ഞാൻ. ലൗകികമായ വിഷയലോകങ്ങളിലൊന്നും, ഇപ്പൊ സ്വർണം, വെള്ളി, മണ്ണ്, ആഡംബര വസ്തുക്കൾ, ഇതിലൊന്നും താല്പര്യമില്ലാതാവും. പഴയ ആളുകളെ നോക്കിയാൽ അതറിയാം. അവര് ആനന്ദം ഒന്നിൽ മാത്രമേ താല്പര്യപ്പെട്ടിട്ടുള്ളൂ. കാരണം ഒരു വിഷയ വസ്തുവും ആനന്ദം തരില്ല. അതവർ പഠിച്ചു കഴിഞ്ഞു. അത് പഠിപ്പിക്കും ഭർത്താവ്. ഇതാണ് സത്യം.
അങ്ങനെ പഠിപ്പിക്കുന്നയാത് ലൗകികമായ വിഷയങ്ങളിൽ നിന്നെല്ലാമുള്ള വിരക്തി അത് വരും. പദാർത്ഥ അഭാവനി, മനസ്സതിന്റെ ഒരു ദശയിലെത്തുമ്പോൾ പദാർത്ഥങ്ങൾ ഇല്ലാതാവും. ഭാവാഭാവ പ്രത്യയമുണ്ടാവും. ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ, ഇല്ലെങ്കിലും ഉള്ളതുപോലെ പദാർത്ഥങ്ങളുടെ അഭാവം ദർശിക്കും. മനസ്സല്ലാതെ പദാർത്ഥം വേറിട്ടില്ലെന്ന് കാണും. തുര്യക ഭേദബുദ്ധി അകന്ന് ഏക സ്ഥിതി വരും. അതായത് സമാധി അനുഭവിക്കും. ഇത്രയുമാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുമെന്ന് പ്രതിജ്ഞ ചെയ്ത് വരൻ വധുവിന്റെ കാലിൽ പിടിച്ച് 7 ചുവടുകൾ വെപ്പിക്കുന്നത്. വിവാഹത്തിലെ പ്രസക്ത കർമ്മങ്ങളിലൊന്നാണ്. ഇത് കഴിഞ്ഞാലാണ് വിവാഹം കഴിഞ്ഞ് ഗൃഹപ്രവേശം ഉണ്ടാവും. അവിടെ പടിഞ്ഞാറ്റയിലിരുത്തും. പടിഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ പൂജാമുറി. അതിനടുത്തിരുത്തും വരനെ. എന്നിട്ട് പാല് കുടിപ്പിക്കും. എന്നിട്ട് വിവാഹ ദീക്ഷ, വേളിയുടെ ഹോമാഗ്നിയിൽ നിന്ന് അഗ്നി കൊണ്ടുവന്ന് ആ ഹോമം ജ്വലിപ്പിക്കും. അത് അശുദ്ധമായാൽ വീണ്ടും ഹോമം ഉണ്ടാവും. 3 ദിവസം വിവാഹ ദീക്ഷ പാലിക്കും. ആ ദീക്ഷക്കാലത്ത് വധു കുളിക്കില്ല. അപ്പോഴ് വധു ഇന്ദ്രൻ, യമൻ, അഗ്നി, വരുണൻ 4 ദേവന്മാരോടൊപ്പം ജീവിക്കുന്നുവെന്നാണ്. അത് കഴിഞ്ഞാണ് ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നത്. ഇന്ദ്രന്റെ ലോകങ്ങളിൽ, യമന്റെ ലോകങ്ങളിൽ, അഗ്നിയുടെ ലോകങ്ങളിൽ, വരുണന്റെ ലോകങ്ങളിൽ ജീവിച്ചിട്ടാണ് വധു സ്വഭർത്താവിനോടൊപ്പം ജീവിക്കുന്നത്. അതാണ് ഉദ്ദണ്ഡ ശാസ്ത്രികളും കാക്കശ്ശേരി ഭട്ടതിരിയും തമ്മിലുള്ള തർക്കവേളയിൽ അവസാനം, ഏറ്റവും അവസാനം ഉദ്ദണ്ഡൻ പറഞ്ഞത് തവ മാതാ പതിവ്രത എന്നാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഉദ്ദണ്ഡനെ തോപ്പിക്കാൻ പറ്റിയില്ല. ഉദ്ദണ്ഡന് കാക്കശ്ശേരിയെ തോപ്പിക്കാൻ പറ്റിയില്ല. ആദ്യം തന്നെ കാക്കശ്ശേരിയെ കണ്ട് ഉദ്ദണ്ഡൻ പറഞ്ഞു ആകാരോപി ഹ്രസ്വ. ഉടനെ മറുപടി പറഞ്ഞു നഹി നഹി ആകാരം ന ഹ്രസ്വ അകാരം ഹ്രസ്വ. അങ്ങനെ തർക്കിച്ച് അവസാനം വിജയിച്ചു നിൽക്കുമ്പോൾ ഒറ്റയടി അടിച്ചു തവ മാതാ പതിവ്രത. അത് സമ്മതിച്ചാലും മറ്റവന് ജയിക്കാനൊരു പഴുത് കിട്ടും. അത് സമ്മതിച്ചില്ല. നഹി നഹി മമ മാത അന്ന പതിവ്രത എന്നാണ് പറഞ്ഞത്. ബ്രാഹ്മണരൊത്തുകൂടി ഉടനെ തന്നെ സ്മാർത്ഥ വിചാരത്തിന് ഒരുങ്ങി. സ്മാർത്ഥ വിചാരം എന്ന് പറഞ്ഞാൽ ഉടനെ പടിയടച്ച് പിണ്ണം വെക്കും അമ്മയും മകനെയും കൂടെ. അമ്മ പതിവ്രതയല്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഉദ്ദണ്ഡൻ വിജയിക്കുമെന്ന് വിചാരിച്ച് അപ്പുറത്ത് കരഘോഷമൊക്കെ മുഴങ്ങി നിൽക്കുമ്പോ വിവരിച്ചു കൊടുത്തു. എന്റെ അമ്മ ഇന്ദ്രന്റെ കൂടെ, യമന്റെ കൂടെ, അഗ്നിയുടെ കൂടെ, വരുണന്റെ കൂടെ 4 ദിവസം ജീവിച്ചിട്ടാണ് എന്റെ അച്ഛന്റെ കൂടെ ജീവിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ചടങ്ങിലുണ്ടത്. വിവാഹ ദീക്ഷയില് നിർബന്ധമായിട്ടും ചെയ്യുന്നതാണ്. ഇന്ദ്രൻ, വരുണൻ, അഗ്നി, യമൻ. അപ്പോ അത് കഴിഞ്ഞ് 4-ാം ദിവസം വധുവിന്റെ അംഗങ്ങളെയെല്ലാം സ്പർശിച്ച് വധുവിനെ പ്രാപിക്കുന്ന ചടങ്ങുമുണ്ട്. എങ്ങനെയാണ് അത് വരുന്നത്? അതിന് സേകം, നിഷേകം എന്നെല്ലാം പറയും ബ്രാഹ്മണ ഭാഷയിൽ. സേക, നിഷേകാദികൾ എന്ന് പറയും. അത് കഴിഞ്ഞാൽ പഞ്ചമിനി, വധൂവരന്മാർ സേകത്തിനടുത്ത ദിവസം താളിയുമൊക്കെ ഒടിച്ച് കുളിക്കുന്ന, താളി തേച്ച് എണ്ണയും താളിയും തേച്ച് കുളിക്കുന്ന, വധുവിനെ വരനെ വധു കുളിപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെയാണ് പഞ്ചമേഹിനി എന്ന് പറയുന്ന മത്സ്യം പിടിക്കുന്ന ചടങ്ങ്. അതെല്ലാവർക്കും ഇല്ല, ഋഗ്വേദികൾക്ക് ഉള്ളൂ എന്നാണ് എന്റെ ഓർമ്മ. കാരണം വ്യാസന്റെ പരമ്പരയായതുകൊണ്ട്, മുക്കുവ വംശമായതുകൊണ്ട് പിതൃ ഓർമ്മയ്ക്കായിട്ട് പഞ്ചമേഹിനി എന്ന ചടങ്ങുണ്ട്. മത്സ്യം പിടിക്കുക എന്നാണ് പറയാ. വരൻ കിഴക്കോട്ടും വധു പടിഞ്ഞാറോട്ടും തിരിഞ്ഞു നിന്ന് ഒരു ബ്രഹ്മചാരിയെ സാക്ഷിയാക്കി തുണി കൊണ്ട് വല പോലെ പിടിച്ച് മത്സ്യത്തെ പിടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ ഭക്ഷിക്കാനല്ല, പഴയ ഓർമ്മയ്ക്ക് മത്സ്യം ഭക്ഷിച്ചിരുന്നല്ലോ. ഒരു മുക്കുവ ഗോത്രമാണല്ലോ, മുക്കുവരാണല്ലോ ഇവിടെ ബ്രാഹ്മണരായത്. കാരണം വ്യാസന്റെ വംശമാണ്. നമ്പ തിരിച്ചതുകൊണ്ട് നമ്പൂതിരി. നമ്പെന്ന് പറഞ്ഞാൽ തൊഴ. പഴയ നമ്പ് തിരിച്ചവർ നമ്പൂതിരി. എത്രയുള്ളതിന്റെ എന്റെ പാരമ്പര്യ ഘട്ടങ്ങളും ഘടകങ്ങളും ഒക്കെ എടുത്താൽ അത്രയുള്ളൂ. പിന്നെ ദശമോമേഹിനി എന്നൊരു ചടങ്ങുണ്ട്, 10-ാം വേടി. അത് പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത്രയും ചടങ്ങ് കഴിയുമ്പോഴാണ് വിവാഹം എന്ന് പറയുന്ന ആ ശരിക്കുള്ള 15-ാമത്തെ സംസ്കാര കർമ്മമാകുന്നത്. അതിന് വേടി എന്നും പറയും. 16-ാമത്തത് ആധാനം.
അത് ആധാനം എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രമുള്ളവർ 6 ഇതും ചെയ്യണം. അതിനുള്ള ആധാനമാണ്, അതായത് ഹോമത്തിനുള്ള ആധാനമാണ്. ഇത്രയാണ് 16 കർമ്മങ്ങൾ. അതിനെ ഷോഡശ കർമ്മങ്ങൾ എന്ന് പറയും. ബ്രാഹ്മണൻ എവിടെയെങ്കിലും എത്തിയാൽ അവനെ ഷോഡശം ഉപചരിക്കണമെന്ന് പറയും. അതുകൊണ്ട് ഷോഡശ ഉപചാരങ്ങളുണ്ട്. ഉത്തമന്മാരെയൊക്കെ അങ്ങനെ ഉപചരിക്കണമെന്നാണ് നിയമം. 16 പറഞ്ഞു. ഗർഭാധാനം, പുംസവനം, സീമന്തം, വിഷ്ണുബലി, ജാതകർമ്മം, നാമകരണം, വിഷ്ണുബലി, ജാതകർമ്മം, വിഷ്ണുബലി എന്ന് പറഞ്ഞൊരു ചടങ്ങുകളുണ്ട്. നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം, ചൂടാകരണം, കർണവേദം, ഉപനയനം, വേദാരംഭം. വേദാരംഭം കഴിഞ്ഞ് ഗോദാനമാണ്. ചിലടത്തത് ഭൂദാനവുമുണ്ട്. ഗോദാനം അത് 16ാമത്തെ വയസ്സിൽ ചെയ്യുന്നതാണ്. ഗോദാനം, സമാവർത്തനം. ബ്രഹ്മചര്യ വ്രതം സമാപിക്കുന്നത് സമാവർത്തനത്തിൽ വെച്ചാണ്. അത് കഴിഞ്ഞാണ് വിവാഹം, വേളി. അത് കഴിഞ്ഞ് ആധാനം. 16 ഈ 16 കർമ്മങ്ങൾ. അതുപോലെ ഉത്തമരായ ബ്രാഹ്മണരെ പൂജിക്കുന്നത് ഷോഡശ ഉപചാര പൂജയാണ്. പൂജാരീതിയിലും അല്ലാതെ പ്രധാനമാണ്. സ്വാഗതം, ആസനം, പാദ്യം, അർഘ്യം, ആചമനീയം, മധുവർക്കം, പുനരാചമനീയം, സ്നാനം, വസ്ത്രം, ആഭരണം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, നീരാജനം. ഇത് 16 ഉണ്ട് ഷോഡശ ഉപചാരങ്ങൾ. ഇതും വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. സ്വാഗതം, ആഗച്ഛ എന്നൊക്കെ പറഞ്ഞ് സ്വാഗതം ചെയ്യും. സ്വാഗതം. ആസനം, ഇരിക്കാനായിട്ട് പലക ഒക്കെ കൊടുക്കും, ആവണി പലകയൊക്കെ കൊടുക്കും. ആസനം. പാദ്യം, കാല് കഴുകും. പാദ്യം എന്ന് പറഞ്ഞാൽ കാല് കഴുകൽ. അർഘ്യം എന്ന് പറഞ്ഞാൽ കൈ കഴുകൽ. പാദ്യം, അർഘ്യം. ആചമനീയം, ജലം ആചമിക്കാൻ കൊടുക്കൽ. മധുവർക്കം എന്ന് പറഞ്ഞാൽ നെയ്യ്, തൈര്, വെള്ളം, പഞ്ചസാര, തേൻ ഇവ ചേർത്ത് ഒരു പാനകം കുടിക്കാൻ കൊടുക്കും. അതിനാണ് മധുവർക്കം എന്ന് പറയുന്നത്. പുനരാചമനീയം, ഈ മധുവർക്കം കുടിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാൻ കൊടുക്കുന്നതാണ്. അല്പം വെള്ളം സേവിച്ച് കൈ കഴുകുന്നതാണ് പുനരാചമനീയം. സ്നാനം. വസ്ത്രം, ഉടുക്കാനായിട്ട് വസ്ത്രം കൊടുക്കൽ. ആഭരണങ്ങൾ കൊടുക്കൽ. ചന്ദനാദികൾ കൊടുക്കൽ. ഗന്ധം, ആഭരണം, ഗന്ധം സമർപ്പിക്കൽ. പുഷ്പം സമർപ്പിക്കൽ. പൂക്കൾ കൊടുക്കുക, ബൊക്കെ കൊടുക്കുക, മാല ഇട്ടുക, അങ്ങനെയുള്ളതൊക്കെ. പുഷ്പം. ധൂപം കൊണ്ട് ഒഴിയുക, ധൂപം. ദീപം കൊണ്ടൊഴിയുക, ദീപം. നിവേദ്യം സമർപ്പിക്കുക, അമൃത നിവേദ്യം സമർപ്പയാമി എന്ന്. നീരാജനം. അരി നിറച്ച തട്ടില് ഒരു നാളികേര ഉടച്ച് അത് വെച്ച് അതിൽ വെള്ളം കളഞ്ഞു വെച്ച് അതിലെണ്ണ ഒഴിച്ചൊരു തിരി കത്തിച്ച് അതുകൊണ്ട് ഒഴിയുക. അത് നീരാജനം എന്ന് പറയും. ഇതെല്ലാം പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. ഇടയ്ക്കുള്ളത് വിട്ടുപോകണ്ട എന്നോർത്താണ് ഓരോന്നും വിശദമായി പറഞ്ഞു തന്നത്. ബ്രാഹ്മണ്യം ഇങ്ങനെയാണ് ഓരോന്നും ചെയ്യുന്നത്. ബ്രാഹ്മണർക്ക് ഗോത്രവും സൂത്രവും ഒക്കെ ഉണ്ട്. അതില് സപ്തഗോത്രങ്ങളുണ്ട്, ദശഗോത്രങ്ങളുണ്ട്. സാധാരണ കേരള ബ്രാഹ്മണർ ദശഗോത്രാവലംബികളാണ്. 10 ഗോത്രങ്ങളും കേരളത്തിലുണ്ട്. കാശ്യപം, കൗശികം, ജാമദഗ്ന്യം, ഗൗതമം, ഭരദ്വാജം, വൈശ്വാമിത്രം, വാസിഷ്ഠം, കൗണ്ഡിന്യം, വാത്സം, ആത്രയം. ഇവയാണ് 10 ഗോത്രങ്ങൾ. 10 കാശ്യപം, കൗശികം, അതിനെല്ലാം ശ്ലോകമുണ്ട്. അതിന്ന് പേരെഴുതി വെക്കുന്നതാണ്. ശ്ലോകമായിട്ടാകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുള്ളതാണ്. പക്ഷെ അത് പഠിച്ച് കാണാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാശ്യപം, കൗശികം, ജാമദഗ്ന്യം, ഗൗതമം, ഭരദ്വാജം. 5 ഇതൊക്കെ ഓരോ മഹർഷികളുടെ പേരാണല്ലേ? അതെ, അതിന്റെ ഗോത്രത്തിൽപ്പെട്ടവരെല്ലാവരും. കാശ്യപം, കൗശികം, ജാമദഗ്ന്യം, ഗൗതമം, ഭരദ്വാജം. ചുരുങ്ങിയ പക്ഷെ അവനവന്റെ ഗോത്രമെങ്കിലും അറിയേണ്ടതാണ്. ഗോത്രം അറിയില്ലെങ്കിൽ അതെല്ലാം കശ്യപത്തിൽപ്പെടും. കാശ്യപം, കൗശികം, ജാമദഗ്ന്യം, ഗൗതമം, ഭരദ്വാജം. അതിലെ ഋഷിമാരാണ്. ഗർഹസ്ഥ്യധർമ്മം ഉണ്ടായിരുന്നവരാണ്. ഭരദ്വാജം, വൈശ്വാമിത്രം, വാസിഷ്ഠം, കൗണ്ഡിന്യം, വാത്സം, ആത്രയം.
എല്ലായില്ലേ? 10 ആയില്ലേ? അഗസ്ത്യരെ കൂടത്തില്ല. ഇല്ല. അഗസ്ത്യ ഗോത്രം എന്ന് പറഞ്ഞ ഗോത്രം കേരളത്തിലില്ല. കേരളത്തിൽ ഈ 10 ഗോത്രക്കാരേ ഉള്ളൂ, ദശഗോത്രക്കാരേ ഉള്ളൂ. ഇനി ഇവർക്കെല്ലാം സൂത്രങ്ങളുണ്ട്. ഏറ്റവും പ്രാചീനമായ സൂത്രം ആപസ്തംഭ സൂത്രമാണ്. ആപസ്തംഭം, ഹിരണ്യകേശി, ബൗദ്ധായനം, ഗൗതമം, വാസിഷ്ഠം. അശ്വലായന ഗൃഹ്യസൂത്രം. എങ്ങനെയാണ് കുടുംബം പുലർത്തേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറേണ്ടത്, അങ്ങനെയുള്ള നിയമങ്ങൾ ആ പുസ്തകത്തിനകത്തുണ്ട്. ആ സൂത്രത്തെ ആസ്പദമാക്കി ജീവിക്കണം. ആപസ്തംഭ ഗൃഹ്യസൂത്രവുമുണ്ട്, ആപസ്തംഭ ശുൽഭസൂത്രവുമുണ്ട്. ശുൽഭസൂത്രത്തിനകത്ത് ഹോമകുണ്ഡത്തിന്റെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ശുൽഭസൂത്രങ്ങൾ മുഴുവൻ ഗണിതമാണ്. അത് സാധാരണ ഗണിതമൊന്നുമല്ല. അതിനകത്ത് സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാവും. അതിനകത്ത് വലിയ എന്താ പറയുക, 3ാമത്തെ റൂട്ട് 7ാമത്തെ റൂട്ട് ഒക്കെ കണ്ടുപിടിക്കുന്ന സൂത്രപ്പണികൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും. അപ്പൊ അതിന്റെ ഉദാഹരണം ഒരെണ്ണം വെറുതെ പറയുകയാണെങ്കിൽ ഏകാധികേന പൂർവേണ 1/19 എന്നുള്ളതിന്റെ ഉത്തരം ഞങ്ങൾ ഈ സൂത്രം കൊണ്ട് നേരെ അങ്ങ് എഴുതും. 1/19 ഈസ് എ റെക്കറിംഗ് ഡെസിമൽ ഓഫ് 18 ഡിജിറ്റ്സ്. 1/19 ഈസ് an 18-digit recurring decimal. അതിന് നമുക്ക് എഴുതാനായിട്ട് ഏകാധികേന പൂർവേണ എന്നൊരു സൂത്രം മതിയാവും. അങ്ങനെയാണ് അതിന്റെ ശുൽഭസൂത്രങ്ങളിലേക്കൊന്നല്ല. ശുൽഭസൂത്രമൊക്കെ മുഴുവൻ ഗണിതമാണ്, മാത്തമാറ്റിക്സ് ആണ്. ഒരുപാടെണ്ണമുണ്ട്. ഇപ്പൊ നിങ്ങൾ 98 × 98 നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് നേരമെടുക്കുന്ന ഒരെണ്ണം ഞങ്ങൾ 96.04 ഉത്തരം എഴുതുകയുള്ളൂ. സിമ്പിൾ. അതിന് ഉള്ള സൂത്രവാക്യം യാവദൂനം താവദൂനീകൃത്യ വർഗം ചയോജയ. അത് പഠിക്കണം. അതിന് പണി ഒരുപാടാണ്. അത് ശുൽഭസൂത്രങ്ങളിലൊക്കെ ഒരുപാട് വരുന്നതാണ്. ശുൽഭസൂത്രം മുഴുവൻ ഗണിതമാണ്. അത് കാരണം ഈ ഹോമകുണ്ഡത്തിന് ആകൃതി ഗരുഡന്റെ ആകൃതിയിൽ ഉണ്ടാക്കണം. അങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ, പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഹോമകുണ്ഡം ഉണ്ടാക്കുമ്പോൾ ഗരുഡന്റെ ആകൃതിയിൽ ഉണ്ടാക്കണം. അപ്പൊ ആ ആകൃതിയൊക്കെ വരുത്തുന്നത് അതിന് കണക്കുകളുണ്ട്. ഇത്ര ഇഷ്ടികകൾ വേണം, ഇന്ന രീതിയിൽ അത് വിധാനം ചെയ്യണം, ഇന്ന രീതിയിൽ ചുട്ടെടുക്കണം. അതിനൊക്കെ നിയമങ്ങളുണ്ട്. അത് വരുന്ന ശുൽഭസൂത്രങ്ങളിലാണ്. അത് ആവസ്തംഭന്റെയാണ് ഏറ്റവും പ്രാചീനമായ സൂത്രം. ആവസ്തംഭ ഗൃഹ്യസൂത്രം, ഹിരണ്യകേശിയുടെ ഗൃഹ്യസൂത്രം, ബൗദ്ധായനന്റെ സൂത്രം, ഗൗതമന്റെ സൂത്രം, വാസിഷ്ഠന്റെ സൂത്രം. ഇവയാണ് പ്രാധാന്യമുള്ള സൂത്രങ്ങൾ. 14 ഗൃഹ്യസൂത്രങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സൂത്രങ്ങളെല്ലാം പഠിക്കുക എന്നുള്ള തലത്തിൽ വെച്ചിട്ട് ചിന്തിച്ചാൽ അവരവരുടെ സൂത്രങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. പ്രയാസമാണ്. ഇതൊന്നും പ്രിന്റഡ് ആയിട്ട് ആരും ഇറക്കാറില്ല. എങ്കിലും നിങ്ങൾ തപ്പി നോക്കുക. എവിടെയെങ്കിലും കണ്ടു എങ്കിൽ ഉണ്ടാക്കി അങ്ങനെ ആരെങ്കിലും ഒക്കെ. എന്നാലും അതിനകത്ത് മുഴുവൻ സംജ്ഞകളും ചിലപ്പോൾ കാണുന്നില്ല. കാരണം ഒന്നാമത് കരുതൊക്കെ ഈ പാരമ്പര്യ തലങ്ങളിൽ അവർ പഠിപ്പിച്ച് അവർ തമ്മിൽ പോകുന്നതായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ച നോട്ടുകളെ കാണും. നോട്ടുകൾ കാണും. പഠിക്കുന്ന കാലത്ത് എഴുതി വെച്ചൊക്കെ കാണാതെ പഠിച്ചില്ലെങ്കിൽ മറന്നു പോകാതിരിക്കാൻ എഴുതി വെച്ചൊക്കെ ഉണ്ടാവും. അതിനകത്തൊക്കെ തപ്പിയൊക്കെ കിട്ടും. കുറച്ചു നേരം ഇരുന്ന് ആ പഴയ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ, വയസ്സായ വല്ലവരെയും കണ്ടു കഴിഞ്ഞാൽ അവരിരുന്ന് ഓർത്തെഴുതി തരും. മറ്റേ അവരിങ്ങനെ പറയുമ്പോൾ ഇന്ന് ഉപയോഗത്തിലില്ലാത്തതായതുകൊണ്ട് കുറേയൊക്കെ മറന്നു പോകും. അപ്പൊ നിങ്ങൾ അന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ അങ്ങ് പറയുകയാണ് ചെയ്തത്, ഓർമ്മയുണ്ടാവും. അപ്പൊ വെറുതെ പറയുമ്പോൾ ഇടയ്ക്ക് ചിലത് വിട്ടുപോകും. ഇപ്പോഴും ഇടയ്ക്ക് ചിലത് വിട്ടുപോകും. കാരണം സൂത്രങ്ങളെല്ലാം ഒന്നും എനിക്ക് കാണാം. 14 ഗൃഹ്യസൂത്രങ്ങളുണ്ട്. ഋഗ്വേദത്തിൽ 3 എണ്ണമാണെന്നറിയാം, ശുക്ലയജുർവേദത്തിൽ 6 എണ്ണമാണെന്നറിയാം, അഥർവത്തിൽ 1 എണ്ണമാണെന്നറിയാം. മറ്റതെനിക്ക് ഓർമ്മയില്ല. ഞാൻ എത്ര ഓർത്തിട്ടും പിടികിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ യജ്ഞാദി കർമ്മങ്ങളുണ്ടാവും. പിതൃയജ്ഞം, പാർവണയജ്ഞം, അഷ്ടകായജ്ഞം, ആസമണീയയജ്ഞം, അദ്രുജിയജ്ഞം, ആഗ്രഹായണീയജ്ഞം, മൈത്രിയജ്ഞം, ഇങ്ങനെയൊക്കെ യജ്ഞങ്ങളുണ്ട്. പഞ്ചമഹായജ്ഞങ്ങൾ. അതും ബ്രാഹ്മണൻ പാലിക്കണമെന്നാണ്. ബ്രാഹ്മണൻ പോകുന്നത് 7 ലോകങ്ങളിലൂടെയാണെന്നാണ്. അവനെ അഗ്നിയാണ് കൊണ്ടുപോകുന്നത് 7 ലോകങ്ങളിലൂടെ. ഏഹി ഏഹി എന്ന് പറഞ്ഞ് വത്സ എന്ന് വിളിച്ച് അഗ്നി ഈടെ പുരോഹിതം
യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. അഗ്നി ആണ് പുരോഹിതനായിട്ട് കൊണ്ടുപോകുന്നത്. അഗ്നിയാണ് പുരോഹിതൻ. അഗ്നിയാണ് അവനെയും കൂട്ടി ഉത്തരായനത്തിന്റെ ലോകങ്ങളിലേക്കും ദക്ഷിണായനത്തിന്റെ ലോകങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പോ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവൻ പോകുന്ന ലോകങ്ങൾ ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹലോകം, ജനലോകം, തപലോകം, സത്യലോകം, ഇങ്ങനെ 7 ലോകങ്ങളിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഓം ഭൂവ, ഓം ഭുർ, ഓം ഭുവ, ഓം സുവ, ഓം മഹ, ഓം ജന, ഓം തപ, ഓം സത്യം. ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് എന്ന് വിശ്വാമിത്രനാകുന്ന ഋഷിയെ ധ്യാനിച്ച് ബുദ്ധിയെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി ആ ഭർഗ തേജസ്സിനോട്, ആത്മസൂര്യനാകുന്ന തേജസ്സിനോട് നദത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് പറയുന്ന നത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാവിവിദോ ഭാതി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി എന്ന പ്രമാണമുള്ള ആ സൗര തേജസ്സിനോട് പ്രാർത്ഥിക്കുന്നതാണ്. അത് ഗായത്രി, സാവിത്രി, സരസ്വതി എന്ന 3 പ്രാർത്ഥനകളാണ്. ഗായത്രി രാവിലെ, സാവിത്രി ഉച്ചയ്ക്ക്, സരസ്വതി വൈകുന്നേരം. 3 സന്ധ്യകളിലെങ്കിലും ഉത്തമനായ ബ്രാഹ്മണൻ ഊക്ക് കഴിക്കണമെന്നാണ് മിനിമം. പഞ്ചസന്ധ്യകള്, സപ്തസന്ധ്യകളൊക്കെ ഉണ്ട്. അതിൽ കാലത്ത് കഴിക്കുന്ന ഊക്ക് കഴിക്കുമ്പോൾ അത് ഗായത്രിയാണ്. ഈ മന്ത്രം ഓം ഭുർ, ഓം ഭുവ, ഓം സുവ, ഓം ജന, ഓം മഹ, ഓം ജന, ഓം തപ, ഓം സത്യ എന്നുള്ള ആ സപ്ത വ്യാഹൃതികളോടുകൂടി ചൊല്ലുന്നത് കാലത്ത് ഗായത്രി എന്ന് പറയും. ഓം ഭുർഭുവ സ്വത സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാകുന്നു. റാങ്കന്യാസ കരന്യാസാദികളോടുകൂടി ഓം പ്രാമൃതയായ നമ, ഓം ഹ്രീം ശിരസേ സ്വാഹ, ഓം ഹ്രൂം ശിഖായ വർഷഡ്, ഓം ഹ്രാം കവചായ ഹും, ഓം ഹ്രാം നേത്രത്രായ വഷഡ് എന്നെല്ലാമുള്ള അംഗന്യാസ കരന്യാസങ്ങളോടുകൂടി മന്ത്രം ജപിക്കണം എന്നാണ്. അംഗന്യാസം, കരന്യാസം, ഋഷി, വിശ്വാമിത്ര ഋഷി, ഛന്ദസ്, ദേവത ഇവയോടുകൂടി പ്രാർത്ഥിക്കണമെന്നാണ്, ചൊല്ലണമെന്നാണ്. അപ്പൊ ഇങ്ങനെ ഋഷി, ഛന്ദസ്, ദേവത ഒക്കെയായിട്ട് അക്ഷരലക്ഷം ഉരുവിട്ട് ഗായത്രിയിൽ സിദ്ധി വന്നാൽ മാത്രമേ മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇരുന്ന് ജപിക്കും. അപ്പൊ അതില് കാലത്ത് വരുന്നതിന് ഗായത്രി, ഉച്ചയ്ക്ക് വരുന്നതിന് സാവിത്രി, വൈകുന്നേരമാകുമ്പോൾ സരസ്വതി. ഇങ്ങനെയാണ് 3 ആയിട്ട് പറഞ്ഞത്. ഈ ഇങ്ങനെയുള്ള ആധാരങ്ങളൊക്കെ ഒരു ഹിന്ദു അല്ലെങ്കിൽ ബ്രാഹ്മണനായതുകൊണ്ട് അറിയുന്ന ഒരു ക്രിസ്തു മതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അതുപോലെ കാരണം എന്താ വെച്ചാല് അവര് മതം മാറിപ്പോയതാണ്. ഇപ്പം ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള രീതിയിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ജീവിക്കാത്തത് ഇതെഴുതി വെച്ചവരുടെ തെറ്റല്ലോ. നിങ്ങൾക്കൊരു സമയത്ത് നിങ്ങളുടെ പൂർവികർക്ക് ഇതിനേക്കാൾ പ്രാധാന്യമുള്ള ചിലത് തോന്നി. അപ്പൊ നിങ്ങൾ ആ പ്രാധാന്യത്തിൽ കൂടെ പോയി. അത് തെറ്റൊന്നുമല്ല. അപ്പോൾ ജീവിതത്തിനെ കുറിച്ച് കൂടുതൽ ഹാപ്പിനെസ് ബ്രാഹ്മൺസിന് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബ്രാഹ്മിൻസിന് ഇന്ന് ജീവിക്കുന്നവർക്ക് ഹാപ്പിനെസ് ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. ഇതൊക്കെ അനുഷ്ഠിച്ചാൽ ഹാപ്പിനെസ് ഉണ്ടോ? അല്ലാതെ ഇവൻ ബ്രാഹ്മണനായിട്ട് ജനിച്ചു എന്നോർത്ത് യാതൊരു പ്രത്യേകതയില്ല. കാരണം എന്താ വെച്ചാൽ ജനിച്ചാൽ പിള്ളേർക്കെല്ലാം ഇതിനോട് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അനുഷ്ഠിച്ചാൽ ഹാപ്പിനെസ് ഉണ്ടാവും. അനുഷ്ഠിക്കുന്ന അറിഞ്ഞാണെങ്കിൽ, അറിഞ്ഞാണ് ഇത് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവും. ഇതറിയാതെ ഇപ്പം കാരണം വെച്ചാൽ കുറെ കാര്യങ്ങൾ ചടങ്ങ് പോലെ കാണിച്ചിട്ട് അപ്പുറത്ത് പിന്നെ ഭാര്യയെ തല്ലലും ഭാര്യ ഇങ്ങോട്ട് തിരിച്ചു തല്ലലും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന കാര്യം. രാവിലെ എഴുന്നേറ്റു ഗായത്രി ജപിക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കാളമൂത്രം പോലെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? അതെന്തിനുള്ളതാണ് എന്നൊക്കെ അറിഞ്ഞ് ചെയ്യണം. നമ്മുടെ വൈദികന്മാര് പോലും പറഞ്ഞു തരുന്നില്ലല്ലോ എങ്ങനെ ജീവിക്കണം. അല്ലെങ്കിൽ അത് ചോദിക്കാനും പോകുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ വന്നതിനോട് ചോദിച്ചല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ആദ്യം തന്നെ അടിസ്ഥാനപരമായിട്ട് ആ തെറ്റല്ലേ? നിങ്ങൾ വന്ന് ജസ്റ്റ് എന്നോട് പറഞ്ഞല്ലേ ഉള്ളൂ, ഞാൻ അന്നേരെ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ പിന്നെ പറഞ്ഞിരുന്നില്ല എന്ന് എങ്ങനെയാ പറയാ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? നിങ്ങൾ ഇതിനു മുമ്പ് ആരോടെങ്കിലും ചോദിച്ചോ?
പിന്നെ എങ്ങനെയാ നിങ്ങൾ പറയുന്നത്? നിങ്ങളിപ്പം വന്ന് ജസ്റ്റ് എന്നോട് ചോദിച്ചുള്ളൂ, ഞാൻ അന്ന് കിട്ടിയിടത്തോളം സമയം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു തന്നു, എന്നിട്ട് നിങ്ങൾ അനുഭവത്തെ നിഷേധിക്കുകയല്ലേ? നിങ്ങൾ ചോദിച്ചല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊരു അനുഷ്ഠാനം ചെയ്യാൻ പറഞ്ഞില്ല, നിങ്ങൾ ഇന്ന പോലെ ചോദിക്കാൻ പറഞ്ഞില്ല, ആ പഠിക്കാൻ ഇവിടം വരെ മുട്ട നീന്താൻ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോഴേ ഇത് കിട്ടിയില്ലേ? എന്നിട്ട് നിങ്ങൾ പറയുന്നു വൈദികർ പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എത്ര തെറ്റാണത്? ആ പന്തികേട് അറിവില്ലായ്മ അവരിലും നിങ്ങളിലും ഒരുപോലെ നിൽക്കുന്നതാണ്. തീർച്ചയായും സമുദായമല്ല മനുഷ്യൻ ഓടുന്നത്, മനുഷ്യനൊരു പർട്ടിക്കുലർ സന്ദർഭം മുതൽ ഓടുന്നത് അവൻ ആധുനിക വിദ്യാഭ്യാസത്തിലൂടെയാണ്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇതൊക്കെ അനാചാരമാണ്. ശാസ്ത്രമല്ല, ശാസ്ത്രം അനുഭവമാണ്. ലോകത്തിൽ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനം അനുഭവമാണ്. ഇവിടെ തൃപ്പൂണിത്തറയില് 1, 2, 3, 4, 5 ഹോസ്പിറ്റല് അടുപ്പുകല്ല് പോലെ ഈ തൊട്ടടുത്തുണ്ട്. 5 ആശുപത്രിയിലും ചെല്ലുക, ഫുള്ളാണ്. അവിടെ ചെല്ലുക, അവിടെ കിടക്കുന്നവരൊക്കെ വരുന്നത് മാർബിൾ, ഗ്രാനൈറ്റ്, മൊസൈക്ക് പതിച്ച വീടുകളിൽ നിന്നാണ്, സാധാരണ വീടുകളിൽ നിന്നല്ല. അവിടെ കിടക്കുന്നവരിൽ ഒരു 10% പേർ തുമ്മലും ചൊറിച്ചിലും കൊണ്ടുവന്ന് കിടക്കുന്നതാണ്. ആ കിടക്കുന്ന ആളുകളോട് ഡോക്ടർ പറയുന്നത് പൊടിയുടെ അലർജിയാണെന്നാണ്. ഈ ഡോക്ടർ ഇരിക്കുന്നത് യാതൊരു പൊടിയും ഇല്ലാത്ത AC റൂമിനകത്താണ്. അവൻ ഇരിക്കുന്നിടത്ത് അവൻ ഇട്ടിരിക്കുന്ന കോട്ടത്ത് വലിയ വിലപിടിപ്പുള്ളതാണ്. അവന്റെ ഭാര്യ ഉപയോഗിക്കുന്നത് വാക്യൂം ക്ലീനറും ഒക്കെയാണ്. പുകയുള്ള അടുപ്പ് അവിടെ ഇല്ല, പുകയില്ലാത്ത അടുപ്പോ ഗ്യാസോ ഉള്ളൂ. മിക്കവാറും ഹോട്ടൽ ഭക്ഷണമാണ്. ഇതൊക്കെ കഴിക്കുന്ന അവൻ ഇന്ന് കാണുമ്പോൾ അവനെ സാക്ഷാൽ ജനിപ്പിച്ച തന്തയും തള്ളയും വിറക് ചുമന്നുകൊണ്ട് നനഞ്ഞ വിറക് കത്തിച്ചവളാണ്. പുകയുള്ള അടുപ്പാണ്, ഓല കെട്ടിയ വീടാണ്, പുകയേറെ താഴേക്ക് വീഴുന്നതാണ്. പിള്ളേര് 8 വയസ്സുവരെ തൂറുകയും മുള്ളുകയും ചെയ്ത തറയാണ് ചാണകം മെഴുകിയ. ആ തറയിൽ മുള്ളിയാൽ അങ്ങോട്ട് താഴും, തൂറിയാൽ അതവിടെ കിടക്കും കൈ ഒഴിയുന്നവരെ. അത് കഴിഞ്ഞിട്ട് തള്ളയ്ക്ക് നേരം കിട്ടുമോ എന്ന് പാളയ്ക്ക് കോരി ഒരു ഏറ് വെച്ചു കൊടുത്തൊരു ചാണകം തേച്ചു വിടും. അത് അടുത്ത നിമിഷം ചൂലുകൊണ്ട് തൂക്കുമ്പോൾ ചാണകവും മലവും കൂടെ ഉണങ്ങിയിട്ട് പറന്ന് നടക്കും. അത് അലമാരിക്കകത്തൊക്കെ ഉണ്ടാവും. ആ പൊടിക്കകത്ത് ജീവിച്ച ഇവളുടെ ഈ ചെന്നിരിക്കുന്ന രോഗിയുടെ തള്ള തുമ്മിയിട്ടില്ല, ചൊറിഞ്ഞിട്ടില്ല. ഇവള് മാർബിളും ഗ്രാനൈറ്റും പതിച്ചിടത്തുനിന്ന് ചൊറിഞ്ഞ് പറഞ്ഞ് തുമ്മി നാനാവിധമായി ഇൻഹേലർ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇവളോട് പറയുകയാണ്, കാരണം ചിലത് പൊടിയുടെ ആണെന്ന് പറഞ്ഞാൽ കുറ്റിയേറ്റ് 2 കൊടുക്കണം. ശാസ്ത്രം അതാണ്. കാരണം പൊടിക്കാത്തല്ല ഇവള് ജീവിക്കുന്നത്, പൊടിക്കാത്തല്ല ഡോക്ടർ ജീവിക്കുന്നത്. രണ്ടുപേരുടെയും തന്തയും തള്ളയും ജീവിച്ചത് പൊടിക്കാത്താണ്. അനുഭവം ശാസ്ത്രമാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് അനുഭവമല്ല, പക്ഷെ അത് വിശ്വസിക്കുന്നു. കാരണം അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക, അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. വേറെ ഒരു കാരണവുമില്ല അടിസ്ഥാനപരമായിട്ട്. അവിടെ ചെന്നിരിക്കുന്ന പ്രഷർ, പ്രമേഹം, ആസ്തമ, ക്യാൻസർ, ഇതിൽ ഒരെണ്ണം പോലും രക്ഷപ്പെടാറില്ല. ഒരു ടാബ്ലറ്റിൽ തുടങ്ങും, 50 ടാബ്ലറ്റിലെത്തും. ഇതുവരെ ഒരാളും രക്ഷപ്പെട്ട ചരിത്ര ആശുപത്രിക്കും ഉണ്ടാവില്ല, ഡോക്ടർക്കും ഉണ്ടാവില്ല, ചെന്നിരിക്കുന്നവർക്കും ഉണ്ടാവില്ല. കഴിക്കാൻ തുടങ്ങിയ മരുന്ന് അവസാനം വരെ കഴിക്കും. എന്നാലും അത് മേടിച്ച് കഴിക്കുന്നതിനൊരു സുഖം ഉണ്ടാവും. നേരെ മറിച്ച് ഇവളുടെ തള്ള കുട്ടിക്കാലത്ത് ഒരു മടല് പഴുത്തത് വാട്ടിപ്പിഴിഞ്ഞ് 2 നേരം കൊടുക്കുമ്പോൾ ചുമയും തുമ്മലും പോകും. വെളുത്ത ചെമ്പരത്തിയുടെ 3 പൂ പറിച്ചു കൊണ്ടെന്ന് മോരിൽ അരച്ചു കൊടുക്കുമ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം പോകും. ഒരു വൈസലോണും കഴിക്കാതെ 3 നേരം കഴിക്കുമ്പോൾ. ഇത് പോയത് ഇവള് കണ്ടാ വളർന്നത്. ഒരു പനി വന്നാൽ ഒരു പൊടിയരിക്കഞ്ഞിയും പപ്പടം ചുട്ടതും കൊടുക്കുമ്പോഴേക്ക് പോകും. തല പിള്ളേർ തമ്മിൽ കളിച്ച് തൂമ്പ കൊണ്ട് മുറിഞ്ഞോ കത്തി കൊണ്ട് മുറിഞ്ഞോ നിൽക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി വാരിയിടും. അത് വാരിയിടുമ്പോഴേ ഉണങ്ങും. ഇപ്പൊ നിങ്ങളുടെ അമ്മ കാപ്പിപ്പൊടി എടുത്തുകൊണ്ടെന്ന് നിങ്ങളുടെ മക്കളുടെ തലയിലിടാൻ തുടങ്ങിയാൽ തള്ളയെ ഒരു തള്ളു നിങ്ങൾ വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, ഈ അന്ധവിശ്വാസമൊക്കെ എന്റെ പിള്ളേരുടെ തലയിലൊന്നും കാണിക്കരുതെന്ന് പറയും. അത് ഞാൻ വേണ്ട ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് അവിടെ സ്വിറ്റ്സർലൻഡിലുള്ള ഭർത്താവിനെ വിളിച്ചു പറയും, നിങ്ങളുടെ തള്ളയെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയും. അതിനെ വല്ല ഓൾഡേജ് ഹോമിലും കൊണ്ടിടാൻ പറയും. എന്നിട്ട് ഉടനെ തന്നെ 2 ലക്ഷം കൊടുത്ത് അതിനെ ഓൾഡേജ് ഹോമിലേക്ക് കൊടുക്കും. അതോടെ ഞങ്ങൾക്ക് സമാനാവും. കാരണം അവർ പറയും, എള്ളെണ്ണ കൊണ്ട് ഗോതമ്പ് ദോശ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർ പറയും, കണ്ണു പോകും മോളെ, എള്ളെണ്ണയും ഗോതമ്പും കൂടെ ഉപയോഗിക്കരുത്, തൈരും മീനും കൂടെ ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾ ചെട്ടിനാട് മീൻകറി KM മാത്യുവിന്റെ പുസ്തകം നോക്കിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ മീൻ അടുപ്പ് വെച്ച് തൈര് ഒഴിക്കുന്ന സമയത്ത് തള്ള വന്നിട്ട് പറയും,
ചെട്ടിനാട് മീൻകറിയിൽ തൈര് ഒഴിച്ച് കൂട്ടുമ്പോൾ ലിവർ സിറോസിസ് വരുമ്പോൾ അത് ചെയ്യരുതെന്ന്. ഈ തള്ളയെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. വിവരമുള്ളവരായി പുസ്തകം എഴുതിയിരിക്കുന്നത്, കാരണം ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. കുറച്ചുകൂടി പോയിട്ടുണ്ടാവും. ഇല്ല, കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് ശാസ്ത്രം എന്ന് പറയുന്നത് അനുഭവമാണെങ്കിൽ പൗരാണികമായി ഇതൊക്കെ അനുഭവമായിരുന്നു അവിടെ. പക്ഷെ ഇന്ന് ശാസ്ത്ര അനുഭവത്തിനല്ല പ്രാധാന്യം. ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത് കുറെ വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് അങ്കിതമായതാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഇതൊക്കെ മതിയാവും തോന്നുന്നു, ഏതാണ്ടൊക്കെ ആയെന്ന് തോന്നുന്നു. പിന്നെ ആ പുസ്തകങ്ങൾ എഴുതിയവരുടെ പേര് ഉപയോഗിക്കാം. ഇതൊക്കെ ആകുമ്പോൾ ബ്രാഹ്മണ്യത്തിന്റെ ഏതാണ്ടൊരു രേഖാചിത്രം തനിക്ക് കിട്ടും. ഉപനയനം കഴിയാതെ ബ്രാഹ്മണൻ ഉണ്ടാവില്ല. ഉപനയനം എന്ന ചടങ്ങില്ലാതെ ബ്രാഹ്മണൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജന്മന ജായതേ ശൂദ്ര. 3 ദിവസം ഇങ്ങനെ പൊട്ടയിരുന്ന് മൃത്യുമുഖത്ത് പോയിട്ട് തിരിച്ചു വരണം. എന്തെങ്കിലും അത്ര സാധാരണ നടക്കുന്നുണ്ടോ? ചിലടത്ത് അപൂർവമായി ഇപ്പോഴും ആ പാരമ്പര്യം കളയാത്തവരുണ്ട്. സാധാരണ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആ പാരമ്പര്യം കളയാത്തവർ ഇപ്പോഴും ഉണ്ട്. ലോകത്തൊരിക്കലും സനാതന ധർമ്മമൊന്നും നഷ്ടപ്പെടുകയില്ല. ആരെങ്കിലും കുറെ പേരുണ്ടാവും. ആ വംശവൃക്ഷത്തിൽ നിന്ന് വീണ്ടും ഉണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും അറ്റുപോകില്ല, ഒന്നും സംശയിക്കണ്ട. വളരെ മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും ഉണ്ട്. അതൊന്നും കോട്ടം വരില്ല. അതിലാഗ്രഹം നിങ്ങൾക്കിപ്പോ ജനിച്ചുവെങ്കിൽ 1 or 2 ജന്മം കഴിയുമ്പോൾ നിങ്ങളും ആ ബ്രാഹ്മണനായിട്ട് ജനിക്കും. സംശയമൊന്നും വേണം. അതിന്റെ കാരണം ജനിതകം അങ്ങനെയാണ്. ഇപ്പൊ ഇത് കേൾക്കാനാണ് നിങ്ങൾക്ക് യോഗം. ഇതാവാൻ നിങ്ങൾക്ക് യോഗമില്ല. കേട്ടില്ലേ? അത് തലച്ചോറിൽ കിടക്കും. കുറെ കഴിയുമ്പോ അതായിത്തീരും. എനിക്കെന്നുള്ളൊരു ഇപ്പൊ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോയൊരു പെങ്കൊച്ചിന് വിഷയം തിരഞ്ഞെടുക്കുന്ന സമയത്ത് കേരളത്തിലെ ബ്രാഹ്മണരെ പറ്റി തിരഞ്ഞെടുക്കണമെന്ന് തോന്നുക എന്ന് പറയുന്ന പ്രാന്ത് കഷ്ടമല്ലേ? ചില എന്തെല്ലാം വിജയമുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എല്ലാ വ്യക്തികളും ചെയ്യേണ്ട കാര്യങ്ങളാണോ? ജീവിതധർമ്മം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചെയ്യേണ്ടതാണ്. അല്ലാതെ ഒരു ബ്രാഹ്മണ അല്ലെങ്കിൽ ഹിന്ദു മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല. സനാതന ധർമ്മം എന്നാണ് ഇതിന്റെ പേര്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് അനുഷ്ഠിച്ചത് അവരാണ്. അതുകൊണ്ടാണ് ഈ ആചാര ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതെ. ഇന്നിപ്പോ നമ്മള് ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഷുവറായിട്ടും തീർച്ചയായും നല്ലതാണ്. അവർക്കും ഉണ്ട്. ബ്രാഹ്മണ്യത്തിന്റെ അതേ കർമ്മമാണ് ബുദ്ധമതം സ്വീകരിച്ചത്. ബുദ്ധമതത്തിൽ അതിന് കിൻഡിലിംഗ് എന്ന് പറയും, മെഴുകുതിരി കത്തിച്ചു വെച്ച് ചെയ്തത്. അതേ പരിപാടിയാണ് സ്നാപക യോഹന്നാൻ ജ്ഞാനസ്നാനം ചെയ്യിപ്പിക്കുകയും ചെയ്ത് വെള്ളത്തിൽ ഇറക്കി നിർത്തി മൃത്യുമുഖത്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരികയാണ് ജ്ഞാനസ്നാനത്തിലൂടെ ചെയ്യുന്നത്. യോഹന്നാന്റെ പുസ്തകം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. മാത്രമല്ല, പുനർജന്മത്തെ ബൈബിള് 100% അംഗീകരിക്കുന്നുണ്ട്. ബിബ്ലിക്കലായിട്ട് കേസറിയയിൽ ക്രിസ്തു നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. ശലോമി ജയിലിൽ നിന്ന് കേസറിയയിലേക്ക് ക്രിസ്തുവിന്റെ പ്രസംഗം കേൾക്കാൻ ആളെ വിടുന്നുണ്ട്. ബൈബിൾ വായിച്ചിട്ടുണ്ടോ? സലോമി ജയിലിലാണെന്ന്. ജയിലിൽ നിന്ന് സലോമിയല്ല, സ്നാപക യോഹന്നാൻ. യോഹന്നാൻ അന്ന് ജയിലിലാണ്. യോഹന്നാൻ അന്ന് സലോമിയുടെ ജയിലിൽ നിന്ന് വരാനിരിക്കുന്ന ക്രിസ്തു ഇവനാണോ എന്നറിയുന്നതിന് വേണ്ടി ഒരുപറ്റ ആളുകളെ പറഞ്ഞു വിടുന്നുണ്ട്. അവർ ചെല്ലുന്നത് കേസറിയയിൽ ക്രിസ്തു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കാണാൻ ഇങ്ങോട്ട് വന്നു? കാറ്റത്താടുന്ന ഞാങ്ങണയോ? നിങ്ങളെ പറഞ്ഞു വിട്ടവനോട് ചെന്ന് പറയുവൻ, ശരീരർ കേൾക്കുന്നു, അന്തർ കാണുന്നു, ഇതെല്ലാം നിങ്ങൾ അവനെ അറിയിക്കുവിൻ. എന്നിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളെ പറഞ്ഞയച്ചവൻ ഏലിയാനിവിയുടെ ആത്മാവോടും ശക്തിയോടും കൂടി ഏലീശയിൽ ജനിച്ചവനാണ്. ഏലിയാനിവിയ പഴയ നിയമത്തിലെ പുരോഹിതനാണ്. ഏലീശയിൽ വന്നിരിക്കുന്ന സ്നാപക യോഹന്നാൻ പുതിയ നിയമത്തിലാണ്. പുനർജന്മമുണ്ടെന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അച്ഛന്മാർ ഇത് സമ്മതിക്കില്ല. കാരണം 13-ാം നൂറ്റാണ്ടില് കോൺക്ലേവിൽ വെച്ച്, അതായത് സുനഹദോസിൽ വെച്ചാണ്, കോൺക്ലേവിൽ വെച്ചാണ് അന്ന് ബിബ്ലിക്കലായിട്ട് അതുവരെ വിശ്വസിച്ചിരുന്ന പുനർജന്മം ഇല്ല എന്ന് സ്ഥാപിച്ചത്. ശാസ്ത്രത്തിന്റെ മറപിടിച്ച് ബിബ്ലിക്കലായിട്ട് പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന ചടങ്ങുകളെല്ലാം ബുദ്ധമതത്തിന്റെ ചടങ്ങാണ്. അത് 3-ാം ലോക ബുദ്ധമത സമ്മേളനം
അലക്സാണ്ട്രിയയിൽ വെച്ച് അലക്സാണ്ടർ ഇവിടുന്ന് കൊണ്ടുപോയ ബുദ്ധമതക്കാർ നടത്തി കഴിയുമ്പോൾ അതിൽ നിന്ന് വന്ന ഒരു ശാഖയാണ് യോഹന്നാന്റെയും ഒക്കെ. മറ്റൊരു കഥയും കൂടെ ഉണ്ട്, അത് കുറച്ചുകൂടെ അപകടകരമാണ്. പാലക്കാട് മാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവള് 14-ാമത്തെ വയസ്സിൽ ഗർഭിണിയായപ്പോൾ അവളെ പടിയടച്ച് പിണ്ഡം വെച്ചു. കാരണം ഭർത്തൃ സംയോഗമില്ലാതെ 1,00,000 സ്ത്രീ പ്രസവിക്കും. ഇന്റർ ക്രോമസോമൽ ചേഞ്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജനനമായതുകൊണ്ട് അതറിയാതെ വിവാഹം കഴിക്കാത്തവളായതുകൊണ്ട് പടിയടച്ച് പിണ്ഡം വെച്ച് തുർക്കികൾക്ക് വിറ്റു. അവർ ഈ മാരിയെ നേരെ കൊണ്ടുപോയത് അങ്ങോട്ടാണ്. അവിടെ ചെന്നപ്പോൾ ബുദ്ധമതം അവിടെയുള്ളത് കൊണ്ട് യൂസഫ് അവളെ സ്വീകരിച്ചു. അവള് പ്രസവിച്ചപ്പോൾ ആ കുട്ടിയെ കാണാൻ കിഴക്കൻ പ്രദേശത്ത് നിന്ന്, കിഴക്കൻ മരുഭൂമി ഗോപി മരുഭൂമിയാണ് രാജസ്ഥാനിലാണ് പൊന്നും മീറയും കുന്തിരിക്കും ഉള്ളത്. പൊന്നിന്റെയും മീറയുടെയും കുന്തിരിക്കത്തിന്റെയും ആയുർവേദ മൂല്യം അറിയുന്നത് ഇന്ത്യയാണ്. നക്ഷത്രശാസ്ത്രമുള്ളത് ആര്യഭട്ടന്റെയും മറ്റും സങ്കേതങ്ങളുള്ളത് അവിടെയാണ്. അതിനെ ലക്ഷ്യമാക്കി മേജയിൽ പോകുന്നതും അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് 16 വർഷക്കാലം ക്രൈസ്റ്റ് ചരിത്രത്തിലില്ല. തക്ഷിലയുടെ റൂയിൻസിൽ ഇന്നും ക്രൈസ്റ്റിന്റെ ചിത്രമുണ്ട്. ഈസസ് നസറേണിയസ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഏറ്റവും ഒന്നാമനായി അവിടെ പഠിച്ചിരുന്നതാണ്. 16 കൊല്ലം പഠിച്ചത് ഇവിടെയാണ്. നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പേളസ് ബക്ക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള തന്റെ പുസ്തകത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ക്രൈസ്റ്റ് വീണ്ടും ഇവിടുന്ന് പഠിത്തം കഴിഞ്ഞു എന്ന് അവിടെ ആത്മാവൈ പുത്രനാമാസി എന്ന് ഋഗ്വേദത്തിൽ കണ്ട സൂക്തത്തിന് വ്യാഖ്യാനം നൽകുമ്പോൾ അത് ആത്മാവും ഞാൻ പുത്രനുമായി മാറി. അതിന്റെ പ്രചാരത്തില് അന്നത്തെ കയ്യപ്പാസും കൂട്ടരും അദ്ദേഹത്തെ തൂക്കുമ്പോ അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹം ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾസ് പഠിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ പൈത്തഗോറസ് ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾസ് എന്ന് പറഞ്ഞ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ ബേസിസിൽ. അത് നന്നായി അറിയുന്ന, ഇവിടുന്ന് തക്ഷിലെന്ന് പഠിച്ചുപോയ ആളിനെ നന്നായി അറിയുന്നത് കൊണ്ട് അദ്ദേഹം മൃതപ്രായനായി കിടന്നു. മരണം സർട്ടിഫൈ ചെയ്യുമ്പോൾ പീലാത്തോസ് പറയുന്നുണ്ട്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ ഇവൻ മരിച്ചിട്ടില്ല എന്നർത്ഥം. അവിടെ നിന്നാണ് കല്ലറയിൽ നിന്ന് പുറത്തു വരുന്നത്. മേരിയെയും കൂട്ടിയാണ് നേരെ പോരുന്നത്. മേരി എന്ന് പറഞ്ഞാൽ അമ്മ, മറിയത്തിന്റെ ടോംബ് ലാഹോർ തടത്തിലുണ്ട്. പട്ടാളക്കാർ ഇന്നും അവിടെ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. പോയാൽ കാണാം ലാഹോറിൽ. ക്രൈസ്റ്റ് നേരെ വരുന്നത് കാശ്മീരിലാണ്. കാശ്മീരിലെത്തി. കാശ്മീരിൽ ക്രൈസ്റ്റ് 70 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. അവിടെ ഈസാ നബിയുടെ കുടീരമുണ്ട്. അവിടെ ഈസായി തേൽ വിൽക്കുന്നുണ്ട് വേദനയ്ക്ക് വേണ്ടി, സന്ധി വേദനയ്ക്ക് വേണ്ടി. ഇന്നും ക്രിസ്തുവിന്റെ പരമ്പര എന്ന് പറഞ്ഞ് ആ തേൽ വിൽക്കുന്നുണ്ട്. അഹമ്മദിയ പ്രസ്ഥാനക്കാർ ക്രൈസ്റ്റ് ഡൈഡ് ഇൻ കാശ്മീർ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. പറഞ്ഞപ്പോ ഒരു സംശയം, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ബൈബിളാക്കി കൊണ്ടുവന്ന് പിന്നെ വേറൊരു രീതിയിൽ ക്രിസ്ത്യാനികളെ ബൈബിൾ ഡെവലപ്പ് ചെയ്യുന്നത് കോൺസ്റ്റന്റൈൻ രാജാവിന്റെ കാലത്താണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ വന്ന് ഇപ്പം ക്രിസ്ത്യാനികൾ, ഇപ്പൊ ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണോ എന്ന് നേരിട്ട് ചോദിച്ചാലും പറയില്ല. അപ്പൊ പക്ഷെ ഇത് പഠിപ്പിക്കുന്നത്, ഞങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെ വൈദികരെ അല്ലെ പുരോഹിതന്മാരെ, ഇപ്പൊ ഞങ്ങളുടെ വിശ്വാസം ഇത് വേറൊരു രീതിയിലാണ്. അതിപ്പം ഒരു കൂട്ടര് എഴുതി ഉണ്ടാക്കി പഠിപ്പിച്ചു വന്നതാണെന്നാണോ പറയുന്നത്? കോൺസ്റ്റന്റൈൻ രാജാവിന്റെ കാലത്ത് എഴുതി ഉണ്ടാക്കിയതാണ്. വ്യക്തമായ ഹിസ്റ്ററി ഉണ്ടല്ലോ കോൺസ്റ്റന്റൈൻ. പിന്നെ ഈ തിയോളജി ഒക്കെ പഠിച്ച് അതിൽ PhD എടുക്കുന്നു, അല്ല അങ്ങനെ എടുക്കുന്നു. ഓരോരുത്തർ ഓരോ തീസിസ് എഴുതുമ്പോൾ ഒന്ന് സമർപ്പിച്ച് അതിനെ ലോകം അല്ലെങ്കിൽ ഒരു കൂട്ടര് അതിനെ അംഗീകരിച്ച് കഴിയുമ്പോഴാണല്ലോ ഈ PhD ഇതൊക്കെ കിട്ടുന്നത്. അപ്പൊ എന്തോരം ആളുകൾ ഈ ലോകം അംഗീകരിക്കാൻ ബ്രാഹ്മണ്യമായാലും ക്രിസ്ത്യാനിറ്റി ആയാലും അതിനൊന്നും വിഷമമില്ല. ലോകം അംഗീകരിക്കാൻ അത് നല്ല ഭാഷയിൽ എഴുതി അത്രയൊക്കെ മതി. മറിച്ച് സത്യം അതിൽ നിന്നൊക്കെ അന്യമായി കിടക്കും. സത്യം അതിന്റെ വരികൾക്കിടയിൽ കിടക്കും. സത്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല ശ്രദ്ധാപൂർവം വായിച്ച് പഠിച്ചു നോക്കും. സത്യം വരികൾക്കിടയിലേ കിടക്കുകയുള്ളൂ. കാരണം യൂറോപ്യൻ സൊസൈറ്റി രൂപാന്തരപ്പെട്ട തലങ്ങൾ വെച്ച് അത് പഠിച്ചു നോക്കുക, അന്നേരം മനസ്സിലാവും ആ സൊസൈറ്റിയുടെ പ്രത്യേകത വെച്ച്. പിന്നെ മാത്രമല്ല, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു എന്ന് മുതൽ ഇപ്പോഴത്തെ എന്ന് മുതൽ ഇന്ത്യ
ഇന്ത്യയില് ഇപ്പൊ തന്നെ ബ്രാഹ്മണ്യത്തിലായാലും ഹിന്ദുയിസത്തിലായാലും ക്രിസ്ത്യാനിറ്റിയിലായാലും എത്രയോ ഉപഗോത്രങ്ങളാണ് എഴുതുന്നത്. സത്യം ഒന്നേ ഉള്ളെങ്കിൽ ഇത്രയെണ്ണം ഉണ്ടാവും. അത്രേ ഒന്നേ ഉള്ളൂ, പക്ഷെ ഇത്ര ഉണ്ടാവുമോ? തീർച്ചയായും ധർമ്മമുള്ള ആളുകള് ധർമ്മത്തിലൂടെ പോകും, അല്ലാത്തതൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് രണ്ടും രണ്ടായിട്ട് തന്നെ എനിക്ക് വന്നു. അതെന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ധർമ്മനീതികള് എന്നും ധർമ്മമായിരിക്കും, ഏത് രാജ്യത്തുമായിരിക്കും. എല്ലാ രാജ്യത്തും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ആവിലായിലെ തെരേസ, നിജയിലെ ഗ്രിഗറി, ഇവരൊക്കെ ഭാവാതീതന്മാരാണ്. ശങ്കരൻ, ശ്രീരാമകൃഷ്ണൻ, അവരൊക്കെ ഭാവാതീതന്മാരാണ്, മിസ്റ്റിക്സ്. അവരുടെ ഭാഷയ്ക്കെല്ലാം സമാനത ഉണ്ടാവും, അല്ലാത്തവരുടെ ഭാഷ സമമായിരിക്കില്ല. ആവിലായിലെ തെരേസ ഓഫ് ആവില കേട്ടിട്ടുണ്ടെങ്കിൽ, രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്ന പോലെ എന്നാണ് എഴുതിയത് ആ സന്ദർഭത്തെ. ഗ്രിഗറി എഴുതിയതും അത് തന്നെയാണ്. സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസിന്റെ ഭാഷയും അത് തന്നെയാണ്. അപ്പൊ ലോകത്തെല്ലായിടത്തും ഭാവാതീതന്മാരുടെ ഭാഷ ഒന്നായിരിക്കും. അല്ലാത്തതൊക്കെ ബ്രാഹ്മണനായാലും സന്യാസിയായാലും വൈദികനായാലും പട്ടമൊക്കെ കെട്ടി വല്ല അഭയ കേസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അത്ര അതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതിന് സന്യാസിയും ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും പള്ളിയിലച്ഛനുമായിട്ടൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാം ഒരേ നമ്പർ തന്നെ. പിന്നല്ലാതെ എല്ലാ പശുവിനും ഗോരോചനമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് അതൊക്കെ ഉണ്ടാവും. ഉപദാനം കഴിയുമ്പോൾ അവന് ബ്രഹ്മജ്ഞാനം കിട്ടിയിരിക്കും, പ്രോപ്പറായിട്ടാണെങ്കിൽ. പ്രോപ്പറായിട്ടാണെങ്കിൽ ഒരു പദം ഞാൻ പറഞ്ഞു. ആ ചടങ്ങ് ആയിക്കോട്ടെ, ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ ബ്രാഹ്മണനാണ്. തീർച്ചയായിട്ടും ലോകത്ത് എവിടെ കിട്ടിയാലും അയാൾ ബ്രാഹ്മണനാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്. അതാണ് ആ പദത്തിന്റെ അർത്ഥം. പക്ഷെ അദ്ദേഹം പഠിക്കുന്ന കേരളത്തിലെ നമ്പൂതിരിമാർ എന്ന് പറയുന്ന ചാതുർവർണ്ണ്യം വേറെയാണ്. ചാതുർവർണ്ണ്യം നിങ്ങൾ ചോദിച്ചാൽ ചാതുർവർണ്ണ്യത്തിന്റെ അർത്ഥം വർണ്ണവ്യവസ്ഥയുടെ അർത്ഥം വേറെയാണ്. അല്ല, വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനാർത്ഥിയായ വിദ്യാർത്ഥി എന്നർത്ഥം. വിദ്യാർത്ഥി എന്ന് മാത്രമാണ് അതിനർത്ഥം. അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നചികേതസ് ബ്രാഹ്മണനാണ്, നചികേതസ് വിദ്യാർത്ഥിയാണ്. സത്യകാമ ജാബാലൻ ബ്രാഹ്മണനാണ്. സത്യകാമ ജാബാലൻ ഗൗതമന്റെ അടുക്കലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോഴവിടെ ചെല്ലുമ്പോ പഴയ നിയമം അനുസരിച്ച് പഠിക്കാൻ ചെല്ലുമ്പോൾ ഗോത്രം പറയണം, അച്ഛന്റെ പേര് പറയണം. അപ്പോൾ ജാബാലൻ എന്നാണ് അവന്റെ പേര്. അമ്മ ജാബാലയായതുകൊണ്ടാണ് അവൻ ചെന്നിരിക്കുന്നത്. ഉപകോസലൻ എന്നോ മറ്റോ ആയിരുന്നു പേര്. അവൻ ചെന്ന ഉടനെ ആചാര്യൻ ചോദിച്ചു, നിന്റെ അച്ഛൻ ആരാണ്, നിന്റെ ഗോത്രം ഏതാണ്, അറിഞ്ഞു വരൂ, രജിസ്റ്ററിൽ എഴുതണം. ഇന്നും വേണം. ഇന്നും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതണമെങ്കിൽ നിങ്ങളുടെ ജാതി, നിങ്ങളുടെ മതം, നിങ്ങളുടെ രാഷ്ട്രം എഴുതണം. എഴുതാതെ എക്സാം എഴുതാൻ സമ്മതിക്കില്ല. ഇന്നും വേണം. അതുപോലെ അന്നും വേണം. എന്നാ ജനാധിപത്യമായി ഇതൊക്കെ അങ്ങ് നിർത്തിക്കൂടെ? ഈ ജാതി ഒന്നും എഴുതണ്ടെന്ന് വെച്ചുകൂടെ? ഒക്കെ എഴുതണം. നിങ്ങള് ബ്രാഹ്മണനാണോ, ആണെങ്കിൽ അതിൽ പട്ടരാണോ, ആണെങ്കിൽ അതിൽ കേരള ബ്രാഹ്മണനാണോ, അതില് മുക്കോവിയുള്ള അയ്യങ്കാറാണോ, അതുമല്ല കാരണം നിങ്ങൾ റോമൻ കാത്തലിക്കാണോ, സിറിയൻ കാത്തലിക്കാണോ, യഹോവ സാക്ഷിയാണോ, പെന്തക്കോസ്റ്റാണോ, നായരാണോ, തീയനാണോ, അതിന് ഈഴുവയാണോ, എന്നൊക്കെ എഴുതണം. എഴുതാൻ പറ്റില്ല. ഇതുപോലെ അന്നും എഴുതണം. അപ്പോ ചോദിച്ചു, നിന്റെ ഗോത്രം ഏതാണ്, നിന്റെ അച്ഛൻ ആരാണ്? അതിനകത്ത് ഗൗതമൻ ചോദിക്കുമ്പോ ഇവൻ പോയി അമ്മയോട് ചോദിച്ചു, അമ്മ എന്റെ അച്ഛൻ ആരാണ്? അപ്പൊ പറയുന്ന ഒരു വാക്കുണ്ട്, മോനെ ഞാൻ ഒരുപാട് വീടുകളിൽ അടിച്ചെറിയാൻ പോയിട്ടുണ്ട്. എവിടെയാണ് നീ ജനിക്കാൻ കാരണമായ ആൾ എന്നെനിക്ക് കൃത്യമായി പറയാൻ അറിയില്ല. നിന്റെ അച്ഛനെ എനിക്ക് കൃത്യമായി അറിയില്ല. നീ അതുകൊണ്ട് അവിടെ ചെന്ന് പറയുക, ഞാൻ ജാബാലയുടെ പുത്രനാണ്, ജാബാലയുടെ ഗോത്രമാണെന്ന് പറയുക. അവൻ ചെന്ന് പറഞ്ഞു, ഗുരുദേവ, ഞാൻ ജാബാലയുടെ പുത്രനാണ്, ഞാൻ ജാബാലയുടെ ഗോത്രമാണ്. എന്റെ അമ്മ ഒരു അടിച്ചുതള്ളിക്കാരിയാണ്,
പല വീടുകളിലും പോയിട്ടുണ്ട്. ആരാണ് എന്റെ അച്ഛനെന്ന് എന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. സത്യകാമ, നീയാണ് ബ്രാഹ്മണൻ എന്ന് പറയാൻ തന്തയില്ലാത്തവന്മാര് ബ്രാഹ്മണനാണെന്നാണോ എന്റെ അല്ല. വിദ്യാർത്ഥിയാണ് നീ, നീ സത്യം പറഞ്ഞവനാണ്, ആപത്തിലും നീ സത്യം വെടിയാത്തവനാണ്, അതുകൊണ്ട് നീ ഉത്തമ ബ്രാഹ്മണനാണെന്ന് അർത്ഥം. അപ്പൊ ബ്രാഹ്മണ്യത്തിന് സത്യം പറയുന്നവനെന്നും വിദ്യാർത്ഥി എന്നും അർത്ഥം യോജിക്കും. അത് കഴിഞ്ഞാൽ ക്ഷത്രിയനാണ്. ക്ഷമ, ആർജവം, സത്യം, ഇതെല്ലാം ബ്രാഹ്മണന്റെ ഗുണമാണ്. ശൗര്യം മുതലായവയൊക്കെ ക്ഷത്രിയന്റെ ഗുണമാണ്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥൻ എന്നർത്ഥം. കാരണം ഉപനയനം കഴിഞ്ഞ ബ്രാഹ്മണൻ രാജസൂയം കഴിഞ്ഞ ക്ഷത്രിയന്റെ പാദാന്തികത്തിൽ ഇരുന്ന് വേണം വേദം പഠിക്കാനെന്നാണ് ബൃഹദാരണ്യകം 1:4-11 പറയുന്നത്. ബൃഹദാരണ്യകം 1:4-11 അതിൽ പറയുന്നത് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ പാദാന്തികത്തിൽ ഇരുന്ന് വേണം പഠിക്കാൻ. ക്ഷത്രിയന്റെ മുകളിൽ ആരുമില്ല. അതുകൊണ്ട് ബ്രാഹ്മണ്യം വളരെ ഉയരെയാണ് എന്ന് ധരിക്കേണ്ടതില്ല. ബ്രാഹ്മണ്യം ക്ഷത്രിയന് താഴെയാണ്. ആ ക്ഷതത്കില ത്രാണനാഥിതിഗ്രഹ ക്ഷത്രസ്യ ശബ്ദോ ഭുവനേശ്വരൂഢ എന്ന് കാളിദാസൻ രഘുവംശത്തിൽ പറയുന്നുണ്ട്. ക്ഷത്രിയൻ കഴിഞ്ഞാൽ വിശ്വധാതുവിന് പ്രവേശിക്കുക എന്നർത്ഥം. വേദവേദാംഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നവൻ, അതായത് വാനപ്രസ്ഥൻ, അവനെ വൈശ്യൻ എന്ന് പറയാം. അതുപോലെ തന്നെ അവസാനം ശൂദ്രൻ, ധർമാധർമ്മങ്ങളില്ലാത്ത, സത്യാസത്യങ്ങളില്ലാത്ത ഫൈനലായിട്ടുള്ള സന്യാസത്തിന്റെ ഒരു അവസ്ഥയിലെത്തിയവനെ ശൂദ്രൻ എന്ന് വിളിക്കാം. അങ്ങനെയാണ് വജ്രസൂചിക ഉപനിഷത്ത് പറയുന്നത് ചാതുർവർണ്ണ്യ പ്രകാശിക വ്യാഖ്യാനത്തിൽ. മാത്രമല്ല പാദയോ വിഷ്ണു എന്നാണ്. വിരാട് പുരുഷന്റെ പാദമാണ് ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ആ പാദത്തിലിരിക്കുന്നത്. അപ്പൊ അത് സർവ്വവ്യാപകമാണ്. അപ്പൊ ശൂദ്രൻ വിഷ്ണു തുല്യനാണ്.